ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയ സമാജാംഗങ്ങളായ സഹോദരി സഹോദരങ്ങളെ, പ്രതീക്ഷിക്കാതെ ഒരു മഴ ലഭിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കതൊരു പ്രയാസം ഉണ്ടാക്കും. കാരണം തിരിച്ചു പോകുമ്പോൾ മഴയായിരിക്കുമോ, കുട കരുതിയിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള ആശങ്കയൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേ ഉണ്ടാവും. തിരിച്ചു പോകുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. എങ്കിൽ പോലും നേരത്തെ തന്നെ അതേക്കുറിച്ച് ആശങ്കപ്പെട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെയുണ്ട് കസേര. ഈ യോഗത്തിൻ്റെ പതിവിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായി ഒരു പ്രത്യേകത, നമ്മുടെ ഗൾഫ് ഇടവകകളിലെ സഹോദരിമാർ ഇതിൽ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് ഈ ക്യാമറയും ഓൺലൈൻ ക്രമീകരണവും ചെയ്തിട്ടുള്ളത്. അവരെ ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ വാർഷിക സമ്മേളനം എല്ലാവിധത്തിലും അനുഗ്രഹകരമാക്കുവാൻ ദൈവം പരിശ്രമിക്കുമ്പോൾ അതോട് ചേർന്ന് നമുക്കും നമ്മുടെ ഭാഗം നിർവഹിക്കാം. ഇവിടെയുണ്ട് കസേര, പോരെ ദൈവം. അതിലൊരെണ്ണം ഇങ്ങെടുത്തോണ്ട് പോരെ, ഒരെണ്ണം ഇങ്ങെടുത്തോണ്ട് പോരെ. ഇവിടെ അവിടെ അതിൻ്റെ മുമ്പിലിടാം. ഇവിടെ കസേര. എൻ്റെ വാസ്തവത്തിൽ ഇന്ന് യേശുതമ്പുരാൻ്റെ ആളത്വത്തിൽ കാണുന്ന ഒരു പ്രത്യേകത ഈ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അത് പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല എന്ന ഒരറിയിപ്പ് എനിക്ക് കിട്ടുകയുണ്ടായി. അതേക്കുറിച്ചും കൂടെ ഇനിയുള്ള സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾ ആ വിഷയം മറന്നുപോയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അബ്രാഹാമിനെ ദൈവം വിളിച്ച് നയിക്കുമ്പോൾ നൽകിയ നിർദ്ദേശമാണത്. അടിസ്ഥാനപരമായി ഈ നിർദ്ദേശത്തിൽ സാധാരണ ഉണ്ടാകുന്ന
ഒരു ധാരണ പിശകുണ്ട്. ഈ ദേശത്തേക്ക് എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ഏതോ സ്ഥലത്തേക്കാണ് എന്ന ഒരു ധാരണയുണ്ടാകാം. തീർച്ചയായിട്ടും ഭൂമിശാസ്ത്രപരമായ ഒരു ലക്ഷ്യം ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഭാവി എന്ന് പറയുന്നത് അനന്തമാണ്. അതേസമയം തന്നെ അത് അവ്യക്തവുമാണ്. ആ അനന്തവും അവ്യക്തവുമായ ഒരു ഭാവിയിലേക്ക് ദൈവം നയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനായി നൽകുന്ന ഒരു നിർദ്ദേശമായിട്ടും വാഗ്ദാനമായിട്ടും നാം അതിനെ കാണേണ്ടതുണ്ട്. അതിന് അനുബന്ധമായി അവിടെ തന്നെ ദൈവം വേറൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. വലിയൊരു ജാതിയാക്കും എന്ന്. അവിടെ കുറെ കൂടെ വിശദമായ ഒരു നിർദ്ദേശം നമുക്ക് കാണാം. ഇക്കാലത്ത് ജാതി എന്നൊക്കെ പറയുന്ന ഒരല്പം അപകടകരമായ വിഷയമാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം സൂചിപ്പിക്കുന്നതാകാം എന്ന ഒരു ധാരണപ്പിശകും ഉണ്ടാകാം. നമ്മുടെ ഭാഷ പരിമിതമായ ഒരു ഭാഷയാണ്. ഈ ചെറിയ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്ന ഒരുതരം മണിപ്രവാള ഭാഷയാണ്. ദ്രാവിഡ ഭാഷ സംസ്കൃത ഭാഷയുമായി ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ എല്ലാ വികസന കാലഘട്ടത്തിലും ആവശ്യമായ മറ്റു ഭാഷകളോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ജാതി എന്ന് പറയുന്നത് കുറെ കൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ കാണേണ്ടതാണ്. അതിനനുബന്ധമായിട്ടാണ് അവിടെ വേറൊരു കാര്യവും കൂടെ പറയുന്നത്. നീ അനുഗ്രഹിക്കപ്പെടും, നീ മൂലം സകലരും അനുഗ്രഹിക്കപ്പെടും. അപ്പം അത് വെറും ജാതിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് വിശാലമായ ഒരു ലോകത്തിലേക്ക് നയിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ദൈവം അബ്രാഹാമിനെ വിളിക്കുന്നതും വഴി നടത്തുന്നതും. അവിടെ ഭൗതികമായ ഒരു സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൗതികതയ്ക്കപ്പുറത്ത് ഒരു സാധ്യതയും കൂടെയുണ്ട്. ആ സാധ്യതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം വരേണ്ടത്. നാം ഇന്നും അബ്രാഹാമിനെ ഓർക്കുന്നതിൻ്റെ ഒരു അടിത്തറയും അതുതന്നെയാണ്. അബ്രാഹാമിൻ്റെ സ്മരണ, അല്ലെങ്കിൽ ആ സ്മരണയിലൂടെയുള്ള ജീവിതം 17-ാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക്, ക്രിസ്തുവിന് മുമ്പുള്ള 17-ാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക്, ക്രിസ്തുവിന് ശേഷമുള്ള 21-ാം നൂറ്റാണ്ടിലേക്ക് വരെ വന്നു എന്ന് പറഞ്ഞാൽ കാണിപ്പാനിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അബ്രാഹാമിനെ ദൈവം നടത്തി എന്നുള്ളതിൻ്റെ വളരെ പ്രകടമായ ഒരു ഉദാഹരണമാണ്. അത് അബ്രാഹാം അന്ന് ചിന്തിച്ചിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. അബ്രാഹാമിൻ്റെ സന്തതി പരമ്പരകൾ അക്കാലത്ത് ചിന്തിച്ചിരുന്നോ എന്നുള്ളതും അറിഞ്ഞുകൂടാ. പക്ഷെ ഇതാണ് മനുഷ്യകുലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം. ഒരിക്കലും ഇല്ലാതെയാകാത്ത, നഷ്ടമാകാത്ത ഒരവസ്ഥയിലേക്ക് സകലവിധമായ അതിരുകളെയും അതിജീവിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്ന് പറയുമ്പോൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ അനേക അതിർവരമ്പുകൾ, രാജ്യങ്ങളുടേതായാലും ഗോത്രങ്ങളുടേതായാലും നാടുകളുടെ, ഗ്രാമങ്ങളുടെ, പട്ടണങ്ങളുടെ എല്ലാം അതിരുകളെ അതിജീവിച്ചുകൊണ്ടായിരിക്കണം.
കാരണം ഇക്കാലത്ത് ഉള്ളതുപോലെ രാജ്യങ്ങളുടെ അതിർത്തി അത്ര ക്രമീകൃതമായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ചിലയിടത്ത് അതിർത്തികളേ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ കഷ്ടാനുഭവ ആഴ്ച, അതിനു മുമ്പുള്ള ആഴ്ചകളിലൊക്കെ ഞാൻ നമ്മുടെ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 6 മണിക്കൂറൊക്കെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വെറും മണലാരണ്യത്തിൽ കൂടെ യാത്ര ചെയ്യുന്നത്. അതിൽ എവിടെയാണ് ഈ നാടിൻ്റെ അതിർവരമ്പുകൾ എന്ന് കണ്ടെത്തുക എളുപ്പമല്ല. ഇക്കാലത്ത് കുറേ കൂടെ എളുപ്പമായിരിക്കാം. പക്ഷേ അബ്രഹാമിനെ ക്ഷണിച്ച കാലത്ത് അത് തീരെ എളുപ്പമല്ലാതിരുന്ന ഒരു കാലമാണ്. ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലൊരു ഗോത്രം, ആ ഗോത്രത്തിനൊരു തലവൻ, ആ തലവൻ്റെ കീഴിൽ കുറേ ആളുകൾ, അദ്ദേഹത്തിൻ്റേതായ കുറേ ആടുമാടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നിരിക്കണം. പക്ഷെ അതിൽ നിന്ന് വിട്ടിട്ട് ദേശാന്തരിയായി അല്ലെങ്കിൽ അർത്ഥദേശാന്തരിയായി തീരാൻ തക്കവണ്ണം ക്ഷണിക്കപ്പെട്ട ഒരാൾക്ക് ഭൗതികമായി ചിന്തിച്ചാൽ പോലും അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചേ മതിയാവും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഭൗതികമായാലും അഭൗമികമായാലും വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണപ്പെശമുണ്ട്. ഓർത്തഡോക്സുകാരാണ്. ഓർത്തഡോക്സുകാരെന്ന് പറഞ്ഞാൽ പാരമ്പര്യവാദികളാണ് എന്ന്. അല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ആളുകൾ അങ്ങനെയാണ് ധരിക്കുന്നത്. അതുകൊണ്ടാണ് 1988 ഇറങ്ങിയ ഒരു കൽപ്പന വീണ്ടും ഏതാനും മാസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ ഇപ്പോഴത്തെ സഭാതലവൻ ആവർത്തിച്ച് നൽകേണ്ടി വന്നത്. സ്ത്രീകൾക്ക് പഴയ നിയമം വേണമെങ്കിൽ വായിക്കാം. അത് വേണമെങ്കിൽ എന്നാണ്. ഈ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന മീശയുള്ള ആളുകളാണ്. അപ്പോൾ മിക്കവാറും അവർ വേണ്ട എന്ന് തീരുമാനിക്കും. നമ്മളാണ് എങ്കിൽ മിണ്ടുകയുമില്ല. ദേഹോപദ്രവമൊന്നും അല്ലല്ലോ എന്ന വിചാരത്തിൽ അടങ്ങി ഒതുങ്ങി. അങ്ങനെയാണ് നമ്മുടെ അമ്മമാർ ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. വല്ലവൻ്റെ വീട്ടിൽ പോകാനുള്ളതാണ്, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിച്ചോളണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് എവിടെ ചെന്നാലും കഴിയുന്നിടത്തോളം നടപ്പാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വളരെ വാസ്തവത്തിൽ അപമാനകരമായ ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പക്ഷേ ഭാരതത്തിന് സംഭവിക്കാവുന്ന നല്ലൊരു കാര്യം സംഭവിച്ചപ്പോഴാണ്. ഈ പുൽവാമ അക്രമത്തിന് പ്രതികാരമായി ഭാരതം നടത്തിയ ഒരു ആയുധ പ്രസ്ഥാനത്തിൽ അതേക്കുറിച്ച് വിശദീകരിക്കാൻ വന്നത് 2 വനിതകളാണ്. അതിലൊരു വനിതയെക്കുറിച്ച് ഒരു മന്ത്രി, ഒരു സംസ്ഥാനത്തെ മന്ത്രി നടത്തിയ അഭിപ്രായം വളരെ, ആ സ്ത്രീക്ക് വാസ്തവത്തിൽ അത് അഭിമാനമാണ്. കാരണം ഈ മന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നെക്കുറിച്ച്. എന്നാൽ ഈ രാജ്യത്തിന് അപമാനമാണ്. അത് അവിടുത്തെ ഹൈക്കോടതി ഏറ്റെടുക്കുകയും അതൊരു കേസായി തീരുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവസാനം വശമില്ലാതെ ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷമ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അത് വനിതകളുടെ മാത്രം പ്രശ്നമല്ല, കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണ്. അവരെ ആരായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ള ചോദ്യം. അതിരുകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, എല്ലാ വിഭാഗത്തിൻ്റെ. കർഷകരായ ആളുകൾക്ക് അതിരുകളുണ്ടായിരുന്നു. കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അതിരുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ധാരാളം അതിരുകളുള്ള ഒരു ലോകത്ത് ഈ അതിരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ആഹ്വാനം ഇതിനകത്ത് കാണാൻ സാധിക്കുമോ എന്നുള്ളത് ഗൗരവതരമായൊരു ചോദ്യമാണ്. അബ്രഹാമിൻ്റെ കാലത്ത് അത് വേണ്ട രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്.
പക്ഷെ ദൈവം ആ കാര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. തനിക്കൊരു കുഞ്ഞുണ്ടാകണമെന്നുള്ളതല്ലാതെ തൻ്റെ സ്വന്തം പങ്കാളിയിൽ നിന്നൊരു കുഞ്ഞുണ്ടാകണമെന്ന് അബ്രഹാമിന് വളരെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ ബുദ്ധിയിൽ ആലോചിച്ചിട്ട് തൻ്റെ വേലക്കാരത്തിയിൽ നിന്നൊരു കുഞ്ഞുണ്ടായി തൻ്റെ കുഞ്ഞാണ് എന്ന് അഭിമാനിക്കാൻ അബ്രഹാം ശ്രമിച്ചത്. ആ കാലത്തെ സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ ഒരു ശൈലിയിലാണത് നടന്നത്. പക്ഷെ ദൈവം അതിനപ്പുറത്തേക്ക് പോവുകയാണ്. ദൈവം അപ്പുറത്തേക്ക് പോയിട്ട് അങ്ങനെയല്ല, സാറായിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടായാലേ നിൻ്റെ കുഞ്ഞാവൂ എന്ന് പറഞ്ഞാൽ അബ്രാഹാമിൻ്റെ മാത്രമല്ല കുഞ്ഞുണ്ടാകേണ്ടത്. അബ്രാഹാമിൻ്റേതായി ഉണ്ടാകുന്ന ഒരു കുഞ്ഞ് അബ്രാഹാമിൻ്റെ കുഞ്ഞാകണമെന്ന് നിർബന്ധമില്ല. സാറായിയുടെയും കൂടെ ഉള്ള ഒരു കുഞ്ഞിനെ മാത്രമേ അബ്രാഹാമിൻ്റെ കുഞ്ഞായിട്ട് കണക്കാക്കാൻ സാധിക്കൂ. അതിൻ്റെ അടുത്ത പടിയിൽ വേറൊന്നും നടക്കുന്നുണ്ട്. അക്കാലത്തെ പൊതുവായ മതപശ്ചാത്തലത്തിൽ ആദ്യത്തെ കുഞ്ഞിനെ ബലി കഴിക്കണം. അങ്ങനെ കഴിക്കാനായിട്ട് അബ്രാഹാം കൊണ്ടുപോയതാണ് ഇസ്ഹാക്കിനെ. അത് ഒരു പരിധിയാണ്, കാണാത്ത ഒരു ദേശമാണ്. ആ ദേശത്തേക്കാണ് ദൈവം അബ്രഹാമിനെ നയിക്കുന്നത്. ഇല്ല, നീ നിൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടല്ല എന്നെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിൻ്റെ നന്ദി കരയേറ്റാൻ ശ്രമിക്കേണ്ടത്. അത് വിട്, ആ കുഞ്ഞിനെ നിനക്ക് തന്നതാണ്. അപ്പം അവിടെയും ദൈവം കാണിപ്പാനിരിക്കുന്ന, അതുവരെ കാണാത്ത ഒരു ദേശത്തേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, കുറേ കഴിയുമ്പോൾ കാര്യങ്ങൾ ലാമിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും. എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കും. അതാണ് പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. എന്ന രീതിയിൽ വരുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ ഒരു മനപ്രയാസം ഉണ്ടാവും. അതാണ് ഇസ്രായേലിന് മിസ്രൈമിൽ ചെന്നപ്പോൾ സംഭവിച്ചത്. പൊക്കോളണം എന്നാണ് പറഞ്ഞത്. അത് എല്ലാ അർത്ഥത്തിലും, പ്രാദേശികമായി അല്ലെങ്കിൽ ഭൗതികമായി മാത്രമല്ല, രാഷ്ട്രീയമായി, ജീവിതശൈലിപരമായി, സാംസ്കാരികമായി ഒക്കെ മുന്നോട്ട് പോകാനുള്ള, അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിശ്ചയം ഉണ്ടാവില്ല. അങ്ങനെ പോകാനുള്ള ഒരു നിർദ്ദേശമാണ് വാസ്തവത്തിൽ യഹോവ കൊടുക്കുന്നത്. പക്ഷേ മിസ്രൈമിൽ ചെന്നപ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്ത് നിന്ന് വന്ന ആളുകൾക്ക് നൈൽ നദിയുടെ തീരത്ത് വന്നപ്പോൾ വളരെ സന്തോഷമായിട്ട് തോന്നി. കനാനിൽ വന്നപ്പോൾ വാസ്തവത്തിൽ യോർദാൻ നദി എന്ന് പറയുന്ന ഒരു ചെറിയ നദി മാത്രമേ ഉള്ളൂ. അതിന് നദി എന്ന് പറയാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് രണ്ട് ചെറിയ കടൽ പോലെ വിശാലമായ വെള്ളപ്രദേശങ്ങളുമുണ്ട്. പക്ഷേ നൈൽ നദീതടത്തിലേക്ക് എന്നപ്പോൾ വളരെ ഫലഭൂയിഷ്ടമായ ഒരവസ്ഥയാണ്. അവിടെ താമസിച്ച് കളയാമെന്ന് തീരുമാനിക്കുകയാണ്. അത് അപകടകരമാണ്. എവിടെയെങ്കിലും തട്ടി നിന്നു പോയാൽ ആ നിന്നു പോകുന്ന തടിമകളാകും. ഇത് പലപ്പോഴും വനിതകൾക്ക് സംഭവിക്കുന്ന ഒരു അപകടമാണ്. തുടർച്ചയായിട്ട് അമ്മയും പെൺമക്കളും കൂടെ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കഥ നമ്മൾ മാധ്യമങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിർവരമ്പുകളെ ലംഘിക്കാൻ അതിൻ്റെ കാവൽക്കാർക്ക് താല്പര്യമില്ല. ആ അതിർവരമ്പുകളിൽ പെട്ടുപോയ ആളുകൾക്ക് അതിനുള്ള ഉത്തേജനവുമില്ല. അവർ മുന്നോട്ട് പോവില്ല, ഒതുങ്ങിക്കൂടിക്കൊള്ളാമെന്ന്. ഞാൻ ആവർത്തിച്ച് പലപ്പോഴും പറയുന്ന എൻ്റെ അനുഭവത്തിലെ ഒരു ഉദാഹരണമാണ്. ഈ വിദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ ചെല്ലുമ്പോൾ ഭക്ഷണത്തിനാണ് വിളിക്കുന്നത്. പലപ്പോഴും വെറുതെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു പോരുന്നത് പോലെ കഴിച്ചു പോരാൻ താല്പര്യമില്ല. അപ്പോൾ വരും, എല്ലാവരും ഇരിക്കും, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ചാടിക്കയറിയിരിക്കും. സ്ത്രീകൾ പറയും, വേണ്ട തിരുമേനി, ഞങ്ങളിവിടെ നിന്നോളാം. കുറേ നേരം നിന്ന് കാല് കഴിക്കാൻ തുടങ്ങുമ്പോൾ പറയും, പണ്ടാരം പോകണമില്ല,
കാല് കഴിച്ചിട്ട് വയ്യ. ഒരു കാര്യമുള്ള കാര്യമല്ല. നിങ്ങളും വന്നിരിക്കുക എന്ന് പറഞ്ഞാലും സംശയിച്ചാണ്. തുല്യത എന്ന് പറയുന്നത് പങ്കാളിത്വത്തിൻ്റെ അടിസ്ഥാന ലക്ഷണമാണ്. അല്ലാതെ വർക്ക് ചെയ്യാൻ ഒക്കില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നോക്കണം. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ആരാണ് ദൈവം? സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവവും അറിയുന്നവനാണ്, സർവത്തെയും സൃഷ്ടിക്കുന്നവനാണ്. അത്രയും വിശാലമായ ഒരു അർത്ഥത്തിൽ കാണേണ്ട ഒന്ന് പങ്കിടുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതേ സ്വഭാവത്തിലും സാദൃശ്യത്തിലും പങ്കാളിയായിട്ടാണ് സൃഷ്ടിക്കുന്നത്. ആ പങ്കാളിത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഭാവമാണ് ദൈവം സൃഷ്ടിച്ചതിന് പേരിടാൻ മനുഷ്യന് അവകാശം ലഭിക്കുന്നത്. പക്ഷെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പലപ്പോഴും, എനിക്കും ഈ കുർബാന കഴിഞ്ഞിട്ട് ആശീർവാദത്തിൻ്റെ സമയത്ത് തോന്നാറുണ്ട്, എങ്കിലും ബലഹീനും പാപിയും ദാസനുമായി ഞാൻ എന്നെ തന്നെ ഇത്രയും മോശക്കാരനാണോ ഞാൻ? പണ്ടൊരു കഥയുണ്ട്. ഈ സാധാരണ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സുറിയാനിയിൽ മാത്രമാണ് കുർബാന. അത് കഴിഞ്ഞ് ഒരു പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് മലയാളത്തിൽ നല്ല സ്വരവാസനയോടുകൂടെ കുർബാനയെല്ലാം വന്നു. കുർബാനയുടെ അവസാനം അച്ഛൻ ഇത് പറഞ്ഞു, വാഴ്വിൻ്റെ. അപ്പോൾ ഒരു അമ്മച്ചി തലയിലെ മുണ്ടങ്ങ് മാറ്റി വെച്ചും പൊറുപുറത്തോണ്ട് പടിഞ്ഞാറോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത് നിന്ന് ചെറുപ്പക്കാർ ചോദിച്ചു, എന്തി അമ്മച്ചി എന്നെ പറ്റിയത്? ഈ കൊള്ളരാത്ത കത്തനാരുടെ കുർബാന കാണാൻ എന്നെ കിട്ടില്ല എന്നാണ്. എന്താ ബലഹീനും പാപിയും ദാസനും, പിന്നെ വേറെ എല്ലാം പറയണം. ആ ഒരു അതിര്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ അതിര്. എൻ്റെ ചെറുപ്പത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പുറകിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ കുറച്ചുകൂടെ വിവരമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോതമംഗലം MA കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ഷമ്മാശനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ തീരുമാനിച്ചു, ഇത് ശരിയല്ല, പങ്കാളിയിൽ നിന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാർ ഇടതുവശത്തും ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ വലതുവശത്തും ആക്കണം. ഞങ്ങൾക്കത് തുടക്കത്തിൽ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പള്ളിക്കാർക്ക്. പക്ഷേ അവിടെ പോയ ആളുകൾ ഇവിടെ വന്ന് വലതുവശത്ത് നിൽക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു പ്രശ്നമായി. അപ്പോൾ സാവകാശം ഞങ്ങൾ മാറി. കാണിപ്പാനിരുന്ന ഒരു ദേശമാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന്. സാവകാശം ആ അതിര് കടന്നിട്ട് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പ്രവേശിച്ചു. ഇത് നമ്മുടെ എല്ലാ തലങ്ങളിലും വരേണ്ട ഒരു വ്യതിയാനമാണ്. അത് കുടുംബത്തിലാണ് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. പക്ഷെ ചിലപ്പോൾ തെറ്റായ കാണിപ്പാനിരിക്കുന്ന ദേശമാണ് എന്ന ധാരണയിൽ സഞ്ചരിക്കാറുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് ഈ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നമ്മുടെ ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. അതുണ്ടാക്കുന്ന സ്ഥലം കണ്ടാൽ വാസ്തവത്തിൽ അപ്പോൾ തന്നെ ഛർദിൽ വരും. അതാണ് പാക്കറ്റിലൊക്കെ ആക്കി വിതരണം ചെയ്തു വരും. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ പരിവർത്തനം, ഇപ്പോൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു നിർബന്ധം. കുഴപ്പമില്ല, പക്ഷെ അവിടെ നോക്കേണ്ടത് വിലയല്ല, മറിച്ച് ഗുണമാണ് എന്നുള്ളൊരു ബോധ്യം. അവിടെയാണ് ഒരു പ്രശ്നം. ഈജിപ്തിൽ ഉണ്ടായതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്നത്. എന്നാൽ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, അതൊരു ദോഷമൊന്നുമല്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് ഒന്ന് പോവുകയും, നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും പുരുഷന്മാരും പിള്ളേരും ഒന്നിച്ചിരിക്കുകയും പെൺപിള്ളേരും അമ്മമാരും പിന്നെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇപ്പോഴും പലയിടത്തും. പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂറിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരുടെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും. അത് വിട്ടിട്ട് എല്ലാവരും കൂടെ മൂന്നാമതൊരു കൂട്ടരെ ഭക്ഷണം വിതരണം ചെയ്ത് അത് കഴിക്കുന്ന ഒരവസ്ഥ നല്ലതാണ്. തുല്യതയുടെ, പാരസ്പര്യത്തിൻ്റെ, ഒന്നിച്ചുള്ള അവസ്ഥയുടെയൊക്കെ കാര്യത്തിന് നല്ലതാണ്. പക്ഷേ അതെവിടെയാണ് കഴിക്കുന്നത്, എന്താണ് കഴിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് മിസ്രൈമിൽ ചെന്ന് ചേർന്ന ഇസ്രായേൽക്കാർക്ക് സംഭവിച്ച ഒരു കാര്യം.
അവിടെ താമസിക്കാൻ, സ്ഥിരമായിട്ട് താമസിക്കാനല്ല ദൈവം വിളിച്ചത്. യഹോവ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്ന് പറഞ്ഞു, അവർ കണ്ട ദേശത്ത് എന്ന് തീരുമാനിച്ചു. ഇതാണ് പ്രശ്നം. അങ്ങനെ നമുക്ക് അവസാനമായ ഒരു രേഖ സൃഷ്ടിക്കാൻ സാധ്യമല്ല. എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലെത്തിയാലും ഒന്ന് തുറന്ന മനസ്സോടെ, രണ്ട് അതേസമയം തന്നെ വിമർശന ബുദ്ധിയ പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കാലത്ത് എൻ്റെയൊക്കെ, നമ്മളൊക്കെ തിരുവിതാംകൂറിൽ നിന്ന് വന്ന ആളുകളാണ് മിക്കവാറും പേരും. ഈ വിവാഹത്തിന് പെൺവീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അക്കാലത്ത് നോക്കിയിരുന്ന എത്ര വൈക്കോത്തുറുണ്ടെന്നാണ്. പെങ്കൊച്ച് പട്ടിണി കിടക്കാതെ ജീവിക്കാൻ സാധിക്കും. കുറേ കഴിഞ്ഞപ്പോൾ വൈക്കോത്തുറുള്ളവൻ്റെ വീട്ടിൽ പെണ്ണ് കിട്ടാതെയായി. കാരണം ഈ തോമ്പും ഈ വൈക്കോലുമായിട്ട് എൻ്റെ കൊച്ച് 10ാം ക്ലാസ് 2-3 പ്രാവശ്യം എഴുതി പാസ്സായതാണ്, അതുകൊണ്ട് പറ്റില്ല. അതൊരു മാറ്റമായിരുന്നു. പക്ഷെ അതുകൊണ്ട് വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തമിഴ്നാട്ടുകാരനുണ്ടാക്കുന്നത് തിന്നേണ്ടി വരുന്നു. അവനുണ്ടാക്കുന്നത് അവന് തിന്നാനല്ല, അവന് ലാഭമുണ്ടാക്കാനാണ്, നമ്മെ തീറ്റാനുമല്ല. അപ്പോൾ ചില മേഖലകളിൽ നമുക്ക് കാണിപ്പാനിരിക്കുന്ന എന്ന് പറയുന്നത് വിമർശന ബുദ്ധിയ വിലയിരുത്താതെ വന്നാൽ അപകടമുണ്ടാകാം. അത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ, ഇവിടെ മണ്ണുത്തിയിൽ BTech പാസ്സായ പിള്ളേർ ഫോട്ടോ കോപ്പിംഗ് മെഷീനുമായിട്ട് ഇരിപ്പുണ്ട്. വളരെ നല്ലൊരു പഠന മേഖലയാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്, കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും അതിന് പോയാൽ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള മേഖലയല്ല അത്. മറിച്ച് അതിനേക്കാളുപരി ദൈവം ഓരോ കുഞ്ഞിനെയും ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ആദ്യകാലത്ത് മനുഷ്യന് മനസ്സിലായിരുന്നു. ഒരു കഴുതയെ സൃഷ്ടിച്ചപ്പോൾ അത് കുതിരയല്ല കഴുതയാണ് എന്നതിന് പേരിടാൻ മനുഷ്യന് സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സാധ്യത കുറഞ്ഞു നമുക്ക്. അവിടെയാണ് നമ്മുടെ വിമർശനപരമായ അന്വേഷണ ബുദ്ധി പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഒരു കാലത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മുടെ ഇപ്പോൾ പീരുമേട് ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അത് മിക്കവാറും അധികം താമസിയാതെ പോകേണ്ടി വരും. കാരണം പിള്ളേരില്ല, പഠിക്കാനില്ല. ദൈവം ഈ ലോകത്തിലേക്ക് വൈവിധ്യത്തിലാണ് മനുഷ്യരെ അയക്കുന്നത്, അതാത് തരം എന്നാണ്. അത് വിട്ടിട്ട് ഏതെങ്കിലും ഒരു തരമാണ് എന്ന് തീരുമാനിച്ചാൽ അതിന് വേറെ പരിഗണനകളൊക്കെ ഉണ്ട്. വളരെ ആദരവ് കിട്ടുന്ന ഒരു മേഖലയാണ്. അത്ര ആദരവ് കിട്ടുന്ന മേഖലയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏറ്റവും കുറഞ്ഞ് ഇവിടുന്ന് അങ്കമാലിക്ക് യാത്ര ചെയ്താൽ, ഹൈവേയിലൂടെ യാത്ര ചെയ്താൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ എഞ്ചിനീയർമാരാണല്ലോ ഈ വഴിയൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു വിവരവും ഇല്ലാന്ന്. റോഡ് കുഴിക്കുന്നതോടൊപ്പം തന്നെ സർവീസ് റോഡും കുഴിക്കുകയാണ്. അപ്പോൾ വണ്ടി ഏതിലേ പോവും? ആകാശത്തോടെ പോകാനൊക്കില്ല, എല്ലാവരും തടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പോളി അച്ഛൻ്റെ നാട്ടിലെ അവിടെയുള്ള പണികൾ എന്ന് പറയും. അച്ഛൻ്റെ കുഴപ്പമല്ല, അത് അവിടെയുള്ള എഞ്ചിനീയർമാരുടെ കുഴപ്പമാണ്. പാസ്സായ ആളുകളാണ്, പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമെന്നില്ല. ഇന്നലത്തെ വാർത്തയിലുണ്ട്, ഒരു അധ്യാപിക പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കാശെടുക്കാൻ ചോദിച്ചപ്പോൾ 1/3 3 ലക്ഷം രൂപയാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് എടുക്കുന്നത്. അതിൽ 1 ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് പറയുന്നത് കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഹെഡാണ്. അപകടം ഉണ്ടായി എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ കാര്യങ്ങളുടെ ഈ അതിർ കടന്നുകൊണ്ട് കാണിപ്പാനിരിക്കുന്ന ഭാവിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു വിമർശന ബുദ്ധിയും കൂടെ ഉണ്ടാവണം. ഇത് എനിക്ക് യുക്തമാണോ?
അത്തരം ചോദ്യങ്ങൾ സുവിശേഷത്തിലുമുണ്ട്, പഴയ നിയമത്തിൽ. നിനക്കിത് യുക്തമല്ല. അതാണ് നമ്മൾ നമ്മിൽ തന്നെ വിമർശന ബുദ്ധിയാ കണ്ടെത്തേണ്ട ഒരു വിഷയം. എനിക്ക് പറ്റിയൊരു മേഖലയാണ് ഇത്. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, പള്ളിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകേണ്ട വിലയിരുത്തലിൻ്റെ എങ്ങോട്ടാണ് നാലും കൂടിയ കവലയ്ക്കൽ വരുമ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശം ഏത് ദിശയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ അവനവൻ്റെ വിവേകവും വിവേചനാശക്തിയും ഉപയോഗിച്ച് തിരിയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ വിലയിരുത്തൽ ആവശ്യമായി വരുന്നത്. അതിനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ഈ തല തന്നത് മുടി ചീകി വയ്ക്കാനുള്ളതല്ല, മറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ചുറ്റുപാടും നോക്കണം, വിലയിരുത്തണം, അന്വേഷിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രവർത്തിക്കുന്ന ദൈവം അതിനുള്ള സാഹചര്യം നൽകും. മോശയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനൊരു നല്ല വശം ഉണ്ടായിരുന്നു. എന്താണ് നല്ല വശം? തൻ്റെ ജനം അടിമകളല്ല, അവർക്ക് അടിമത്വമല്ല ദൈവം വിധിച്ചിട്ടുള്ളത്. പക്ഷെ ആരെങ്കിലും ആ അടിമത്വം നടപ്പാക്കിയാൽ അവനെ ഇല്ലാതെയാക്കണം. അപ്പോൾ രാജകൊട്ടാരത്തിലാണ് വളർന്നത് എങ്കിൽ പോലും ദൈവത്തിൻ്റെ ആ ചിന്ത, അതിരുകടക്കാനുള്ള താല്പര്യം മോശയ്ക്കുണ്ടായിരുന്നു. പുറത്തിറങ്ങി വന്നപ്പോൾ മോശ കാണുന്നത് ഒരു ഇസ്രായേൽക്കാരനെ മിശ്രയീമ്യൻ അടിക്കുന്നതാണ്. അത് ശരിയല്ല, അതൊരു നല്ല കാര്യമാണ്. ശരിയല്ല എന്ന് ചിന്തിച്ചത് നല്ലൊരു കാര്യമാണ്. ആ നല്ല കാര്യത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് വിഷയം. അവനെ കൊന്നുകളയുക. പക്ഷെ പ്രശ്നം അവിടെ തീരുന്നില്ല. ഒരു നിർണായക ഘട്ടത്തിൽ എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അതിനുള്ള ഒരു മാനദണ്ഡമാണ് ക്രിസ്തു. ഒരേ സമയത്ത് അവിടേക്കാണ് ഞാൻ ആരംഭത്തിലെ ചിന്തിച്ച വിഷയത്തെ കൊണ്ടുവരുന്നത്. അവിടെയാണ് ക്രിസ്തു പല ആളുകൾക്കും തോന്നുന്ന ഒരു പരസ്പര വൈരുദ്ധ്യം ഉള്ള വ്യക്തിയായിട്ട് കാണുന്നത്. ഒരേ സമയത്ത് അദ്ദേഹം ഒരു നിഷേധിയായിരുന്നു, അതേസമയം തന്നെ അദ്ദേഹം ഒരു നായകനുമായിരുന്നു. അദ്ദേഹം നിഷേധിയായിരുന്നത് വഴിതെറ്റലിനെതിരെയുള്ള നിഷേധമാണ്. അവൻ നായകനായിരുന്നത് അടിത്തറകളുടെ മുന്നോട്ടുള്ള സഞ്ചാരത്തിലാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഏത് സമൂഹത്തിനും ഒരടിത്തറയുണ്ട്. ആ അടിത്തറ കാലഗതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചില്ലറ വ്യത്യാസങ്ങൾക്ക് വിധേയമായി തീരും. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലത്തിലുണ്ടായ ഒരു വ്യത്യാസം. കേരളം ദ്രാവിഡ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ഒരു നാടായിരുന്നു. ഇന്ത്യ മുഴുവൻ അങ്ങനെയായിരുന്നു. ആദ്യം ദ്രാവിഡരായിരുന്നു. അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകതകളിലൊന്ന് ഈശ്വരൻ ദൈവമാണ്, ഈശ്വരൻ സ്ത്രീയാണ്, ഭൂമി ദേവി. അത് തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ ഉൽപ്പത്തിയിലെ സൃഷ്ടികഥയിലുമുള്ളത്. ആദാമിനെ സൃഷ്ടിച്ചു. ഞങ്ങൾ മീശയുള്ള ആളുകളെല്ലാം പറഞ്ഞു ആദാം എന്ന് പറഞ്ഞ പുരുഷനാണെന്ന്. വിവരമില്ലാത്തത് കൊണ്ടാണ്, ആ ഭാഷയുടെ അർത്ഥം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ആദാം എന്ന് പറഞ്ഞ പുരുഷനല്ല, ആദാം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അർത്ഥമുള്ളൂ. കാരണം ആ വാക്ക് പുല്ലിംഗമാണ് എങ്കിലും ആ വാക്കിൻ്റെ സ്ത്രീലിംഗ പദം സ്ത്രീ എന്നല്ല, ഭൂമി എന്നാണ്. അത് ആദിമ സംസ്കാരങ്ങളിലെല്ലാം അവർക്ക് ലഭിച്ചിട്ടുള്ള ഉള്ളടക്കത്തിൻ്റെ ഉൾക്കാഴ്ചയുടെ ഒരു പ്രകടഭാവമായിരുന്നു. അതിൽ നിന്നാണ് ഈ ശൈവസ്വം ഉണ്ടാകുന്നത്. ശിവനല്ല ശക്തി, ശിവന്റെ ശക്തി എന്ന് പറയുന്നത് പാർവതിക്കാണ്.
പക്ഷെ അതൊന്നും ഇപ്പോൾ ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അടിസ്ഥാനപരമായി ഇപ്പോഴും തമിഴ്നാടുകാർ കുറേയൊക്കെ അതൊക്കെ സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സായിപ്പനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളുകളാണ്. അപ്പോൾ കുറേ വ്യത്യാസമൊക്കെ ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അവരാണ് മിടുക്കരെന്ന്. അങ്ങനെയാണ് ഇവിടെ പുരുഷ മേധാവിത്വം വരുന്നത് എന്ന് വിചാരിച്ച് സ്ത്രീ മേധാവിത്വം ഉണ്ടാവണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. തുല്യത, പങ്കാളിത്വം, ആ പങ്കാളിത്തത്തിൽ നിന്നുള്ള മുന്നേറ്റങ്ങൾ, അതാണ് വാസ്തവത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ആദാം എന്ന് പറയുന്നത് പുരുഷനല്ല എന്നുള്ളത് പോലെ തന്നെ അദാമ എന്ന് പറയുന്നത് സ്ത്രീയുമല്ല. എന്നാൽ ഏതിൽ നിന്ന് എന്ത് എന്ന ചോദ്യത്തിലാണ് ആദ്യമായിട്ട് മനുഷ്യവംശത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. അത് അങ്ങനെ ആയിരിക്കേണ്ടിയിരുന്നതാണ്. അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം വന്നു. അവിടെയാണ് തെറ്റുണ്ടാകുന്നത്. ആദാമും ഹവ്വായും ഒന്നിച്ചല്ലാതിരിക്കുന്ന ഒരു സമയത്താണ്, മനുഷ്യനില്ലാത്ത ഒരു സ്ഥലത്ത്, ഏകപക്ഷീയത ഉള്ള ഒരു സ്ഥലത്താണ് തെറ്റുണ്ടാകുന്നത്, പഴം പറിച്ചു തിന്നുന്നത്. അവിടെ വേറൊരു അസാന്നിധ്യവുമുണ്ട്. അവിടെ ദൈവമുണ്ട് എങ്കിലും ദൈവസാന്നിധ്യം പരിശോധിക്കുകയോ അറിയുകയോ ചെയ്യാത്ത ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് കാലൊച്ച കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കാൻ കാത്തിരിക്കുകയൊന്നും വേണ്ട, ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അതറിയാതെ പ്രകടമായ ഭൗതികമായ ഒരു സാന്നിധ്യത്തിന്, അതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും വരുന്നത്. കർത്താവേ, അതെനിക്ക് തരണം, ഇത് തരണം. ഇതിൻ്റെ ഒന്ന് അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഒന്നും ഒരു ആവശ്യമുള്ളതല്ല. തമ്പുരാൻ അറിയാൻ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്, നമ്മളും കൂടെ അതറിയുക എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയിൽ ആവശ്യമായിട്ടുള്ളൂ. നമുക്കറിയാൻ മേലാത്തത് കൊണ്ടാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കാത്തത്. ദൈവത്തിനറിയാൻ മേലാത്തത് കൊണ്ടല്ല. ദൈവം ആഗ്രഹിക്കുന്നു, നടപ്പാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നമ്മൾ വേറെ വഴിക്ക് പോവുക. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും. അപ്പോൾ ദൈവസാന്നിധ്യം അറിയാതെ എന്ന് പറഞ്ഞാൽ ആ പങ്കാളിത്തം നഷ്ടമായി. മനുഷ്യത്വ സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയിൽ ഏകപക്ഷീയമായ ഒരു പ്രവൃത്തിയാണ് ഈ പഴം തിന്നലിൽ സംഭവിക്കുന്നത്. കുറച്ച് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി നമുക്ക്. അതാണ് നഷ്ടമായത് ഏദൻ തോട്ടത്തിൽ. അത് തിരിച്ചു കൊണ്ടുവരാനാണ് യേശുദമ്പുരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അടിത്തറകളുടെ സാധൂകരണമാണ് യേശുദമ്പുരാനിൽ. യേശുദമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ കൽപ്പനകളെ നിഷേധിക്കാൻ വന്നയാളല്ല, അതിനെ പുനഃസ്ഥാപിക്കാനാണ്. അതേസമയം കാലഗതിയിൽ ഈ കൽപ്പനകൾക്കെല്ലാം ചില വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രകടഭാവങ്ങൾ നമുക്ക് കാണാം. ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു, കൊണ്ടുവരികയാണ്. കർത്താവ് ചോദിച്ചു, ഇതിൽ പുരുഷനെവിടെ? അതാണ് യഹൂദ ന്യായപ്രമാണത്തിൽ വന്നു ചേർന്ന വഴിമാറ്റം. അതിന് പകരം ആദ്യം മുതലേ ഉള്ള പങ്കാളിത്വത്തിൻ്റെ ശൈലി തുടർന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവില്ല. യേശുദമ്പുരാൻ ആഗ്രഹിക്കുന്ന അതാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിലാണ് ദൈവത്വമുള്ളത്. അപ്പം ഇത് രണ്ടും കൂടെയുള്ള ഒരു സാഹചര്യമാണ് എപ്പോഴും സൃഷ്ടിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് ദൈവം. അതാണ് യേശുദമ്പുരാൻ ഈ ലോകത്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള കാര്യവും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു അംശത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചാൽ അപകടങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം അതാണ്. കഴിഞ്ഞ ദിവസം വളരെ പ്രഗത്ഭമതിയായ
ഒരു സൈനിക ഉദ്യോഗസ്ഥയാണ് വന്നിരുന്ന് ഈ പാകിസ്ഥാൻ്റെ അക്രമത്തിനെതിരെ ഉള്ള നടപടിയെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ സ്ത്രീയെ കണ്ടത് ഒരു പിന്നോക്കക്കാരിയായിട്ടും ഒരു സ്ത്രീയായിട്ടുമാണ്. അവിടെയാണ് മനുഷ്യൻ്റെ തലയ്ക്കകത്ത് വന്ന, ചിന്തയിൽ വന്ന, കാഴ്ചപ്പാടിൽ വന്ന വഴിതെറ്റലിൻ്റെ ഒരു പ്രധാന വിഷയം. അത് യേശുക്രിസ്തു നിഷേധിച്ചു. ഇത് തന്നെയാണ് ശമരിയാക്കാരോടുള്ള യേശുതമ്പുരാൻ്റെ സമീപനം. ആരാണ് ശമരിയാക്കാർ? ചരിത്രത്തിൽ വളരെ വ്യക്തമായ ഒരവസ്ഥയുണ്ട്. ശലോമോൻ്റെ കാലശേഷം കരംപിരിവ് കഠിനമാണ് എന്ന് കണ്ട് 10 ഗോത്രങ്ങൾ മാറിപ്പോയതാണ്. അവരാരാധന വിട്ടിട്ടില്ല, യഹോവാരാധന എന്ന് അവസാനിപ്പിച്ചിട്ടില്ല. ദാവീദ് രാജ്യത്വം മാത്രം വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അവരെ ആരും പിടിച്ചുകൊണ്ട് പോയുമില്ല. പിടിച്ചുകൊണ്ട് പോയത് യഹൂദ്യയിലുണ്ടായിരുന്ന ആളുകളെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളല്ലാത്തവരെല്ലാം തിന്മയാണ്, പുറത്താണ് എന്നൊരു ഭാവം യഹൂദ സമൂഹത്തിനുണ്ടായി. യേശു തമ്പുരാൻ പറഞ്ഞു അത് ശരിയല്ല. അബ്രഹാമിന് മക്കൾ 12 അതിൽ 10 മക്കളുടെ പിൻഗാമികളാണ് ഈ ശമരിയാക്കാർ. അതുകൊണ്ട് അവരെ അകറ്റി നിർത്താൻ എനിക്കൊക്കില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കനാന്യ സ്ത്രീ വന്നു, മകൾക്ക് സുഖമില്ല എന്നും പറഞ്ഞ്. അവളെ നാട്ടുകാരെല്ലാം നായ്ക്കളുടെ മക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ ഇരിക്കാൻ സൗകര്യമുണ്ടോ? നായ്ക്കളുടെ മക്കളെന്നാണ് വിളിച്ചിരുന്നത്. അവളെ ആ അവസ്ഥയിൽ നിന്ന് വിമോചിപ്പിച്ച് പുനഃസ്ഥാപിക്കണം. അതിനാദ്യം ഒരു കൊട്ടു കൊടുക്കണം. അതാണ് യേശു തമ്പുരാൻ പറയുന്നത്. എൻ്റെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാനൊക്കില്ല. പക്ഷെ അവളുടെ ആവശ്യത്തിൽ നിന്നുകൊണ്ട്, ഇതാണ് ഒരു പക്ഷേ ലോകത്തുള്ള സകല സ്ത്രീവർഗത്തോടും എനിക്ക് പറയാനുള്ളത്, അവനവൻ്റെ അവകാശത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ആളുകൾ മെക്കിട്ട് കയറും, പുറത്താവും. അവൾക്കൊരാവശ്യമുണ്ട്, തൻ്റെ കൊച്ച്, ഇവനതിന് കഴിവുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം അനുഭവത്തിൽ നിന്നുമുണ്ട്. അപ്പോൾ അവൾ കണ്ടെത്തിയ ഒരു വാദഗതി, നായ്ക്കളാണ്, സമ്മതിച്ചു, നിങ്ങൾ അങ്ങനെയാണല്ലോ ഞങ്ങളെ വിളിക്കുന്നത്, അങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ ഞങ്ങൾക്കുണ്ട് അവകാശം. മേശയിൽ കീഴിൽ വീഴുന്ന അപ്പത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്. നീ നാട് നീളെ യഹൂദന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് നടന്നോളൂ, പക്ഷെ ആ കൂട്ടത്തിൽ എനിക്കും ചേരാനുള്ള അവകാശമുണ്ട്. അത് ആദരിക്കുകയാണ് യേശുദമ്പുരാൻ. ആദരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഉന്നത സ്ഥാനത്ത് നിർത്തുകയാണ്. ഇസ്രായേലിൽ പോലും ഇത്രയും വിശ്വാസം കണ്ടിട്ടില്ല. അവിടെ ആദാമിൻ്റെ ആ അർത്ഥം മാത്രമല്ല, മനുഷ്യൻ്റെ സർവ ആളത്വത്തിൻ്റെയും ഒരർത്ഥം യേശു തമ്പുരാൻ എടുക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് മാറിപ്പോയ 10 ഗോത്രങ്ങളുടെ കഥ മാത്രമല്ല, അവിടെ സർവ സൃഷ്ടിയും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ വിഷയത്തിൽ കാണാതിരുന്ന ഒരു ദേശമാണത്. ആഹാ, അങ്ങനെ ആകാവോ? കനാന്യ സ്ത്രീയെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുമോ? യഹൂദൻ അറിഞ്ഞുകൂടായിരുന്നു. യേശുതമ്പുരാൻ്റെ ശിഷ്യന്മാർക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ യേശുതമ്പുരാൻ എടുത്ത നിലപാട്. ക്ഷീണിച്ച് വല്ലാതെ അവശനായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ട്, ഇപ്പോഴുണ്ടല്ലോ ഈ പിള്ളേർ വന്ന് സെൽഫി എടുക്കാൻ നോക്കും എന്ന് പറഞ്ഞ പോലെ, അന്ന് ഈ പണ്ടാരം ഇല്ലാതിരുന്നത് കൊണ്ട് അതിന് ശ്രമിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും
ഒന്ന് തൊടാനും തലോടാനും. ഇപ്പം ഞാൻ ഈ സൗദി അറേബ്യ ചെല്ലുമ്പോൾ ഇതെന്ത് സാധനമാണെന്ന് പിള്ളേർ കണ്ടിട്ടില്ല. ഈ മെത്രാൻ എന്ന് പറയണത് ഈ നാട്ടിൽ വരുമ്പോൾ അവർ പള്ളിയിൽ പോകുന്നുണ്ടാവും, ഒരു അച്ഛനെ അല്ലാതെ പലപ്പോഴും മെത്രാച്ചന്മാരെ കണ്ടിട്ടില്ല. എത്ര പിള്ളേരെ, കൊച്ചു പിള്ളേർ കിൻഡർ ഗാർട്ടനിലും അതുപോലെ 1ലും 2ലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പോ ഞാൻ വിഷമിച്ചിരിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കർത്താവിന് ചെയ്യാനൊക്കില്ല. അത് ചിലപ്പോൾ ഞാൻ ചെയ്തു വരും. എത്ര പിള്ളേരാണ് എൻ്റെ പടം വരച്ച്, ചിലത് കണ്ടാൽ എനിക്ക് തന്നെ സംശയം തോന്നും ഇത് ഞാൻ തന്നെയാണെന്ന്. പക്ഷേ അവരുടെ ആ ഉത്സാഹമാണ്, അവരുടെ ആ ആഹ്ലാദമാണ്. ഞാനത് ചിലത് ഇവിടെ തൂക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ശിഷ്യന്മാർ അല്ലല്ല അത് അദ്ദേഹം ക്ഷീണിച്ചിരിക്കുകയാണ്, മാറും. അവരും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. അതൊരു വലിയ കടമ്പയായിരുന്നു. കാണാതിരുന്ന ഒരു ദേശമാണത്. ഇത് നമ്മുടെ കുടുംബങ്ങളിലും വിഷയമായ ഒരു വിഷയമാണ്. പിള്ളേരൊക്കെ അപ്പുറത്തേക്ക് പോകും, ഞങ്ങൾ വേറെ കാര്യം ആലോചിക്കട്ടെ, കാരണന്മാരിയ്ക്കുന്നിടത്ത് അഭിപ്രായം പറയാൻ വരണ്ട. നമ്മളെക്കാൾ വിവരമുള്ളവരാണ് ഈ നമ്മുടെ പിള്ളേർ. പക്ഷേ നമ്മളത് അംഗീകരിക്കാൻ തയ്യാറല്ല. നമ്മുടെ ധാർഷ്ട്യത്തിൽ, നമ്മുടെ അഹന്തയിൽ, നമ്മുടെ പ്രായം വെച്ചുകൊണ്ട്, നമ്മുടെ ഇത്രയും പരിചയമുണ്ട്, ലോകപരിചയം, ഒരു പരിചയമില്ല, ചുമ്മാ പറയണ അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ സംഭവിക്കുന്നത്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങളുടെ പ്രയാസഘട്ടത്തിൽ ഒരു പങ്കുമില്ലാതെ വരും. അവരറിയണം. അത് ഞാൻ ഈ ഇടവകളിൽ വന്നപ്പോൾ എല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വല്ല വശം ഉണ്ടെങ്കിൽ ആഴ്ച തോറും 5 തല്ല് വീതം പിള്ളേരുടെ തുടക്കി കൊടുത്തോളണം. ടൈം ടേബിൾ വെച്ചിട്ടായാലും തിരക്കേടില്ല. വേദന അറിഞ്ഞ് വളരണം. ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നാടുവിട്ടു പോകുന്ന പിള്ളേർ, തൂങ്ങിച്ചാകുന്ന പിള്ളേർ, അപ്പൻ്റെ തലക്കടിച്ച് കൊല്ലുന്ന പിള്ളേർ, അങ്ങനെയുള്ള ഒരു കാലത്തേക്ക് കടന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളെ, ബുദ്ധിമുട്ടുകളെ അറിയിക്കാതെ അവരെ വളർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതാണ് പെസഹായുടെ വലിയൊരു സന്ദേശമുണ്ട്. പെസഹായുടെ സന്ദേശം പുറപ്പാട് പുസ്തകം, ആവർത്തന പുസ്തകം 26 അധ്യായത്തിലുണ്ട്. പെസഹായുടെ സന്ദേശം ഒരു തളികയിൽ നിന്ന് ഏറ്റവും പ്രായമുള്ളവരും അതിന് താഴെ പ്രായമുള്ള സകലരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ചെറുപ്പമുള്ള കുഞ്ഞ് ചോദിക്കും, എന്താ ഇതിൻ്റെ അർത്ഥം? ഏറ്റവും പ്രായമുള്ള ആളുകൾ പറയണം, നമ്മുടെ പിതാക്കന്മാർ ദേശാന്തരികളായ അരാമ്യരായിരുന്നു. അവർ ചെറിയൊരു സമൂഹമായി മിസ്രൈമിൽ പോയി പാർത്തു. അവിടെയുള്ളവർ നമ്മെ അടിമകളാക്കി. യഹോവ അവിടെ നിന്ന് വിടുവിച്ച് പാഴും ശൂന്യവുമായ നാട്ടിലൂടെ നടത്തി പാലും തേനും ഒഴുകുന്ന ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അടിമത്വത്തിൻ്റെ വിസ്മരിച്ചിട്ടില്ല, വഴി നടത്തലിൻ്റെ വിസ്മരിച്ചിട്ടില്ല, ലഭിച്ചതിൻ്റെ വിസ്മരിച്ചിട്ടില്ല. സ്മരണകളാണ്. അത് നമ്മുടെ പിള്ളേരറിയണം. നമ്മുടെ കുടുംബങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തണം. ഇവിടെ ഇരിക്കുന്നവരിൽ പ്രായമായ ആളുകൾ വന്ന കാലത്ത് ഈ കോൺക്രീറ്റ് വീടൊന്നും ഉണ്ടായിരുന്നില്ല. വെച്ച് കെട്ടിയ, പുല്ലുമേഞ്ഞ, ഓലമേഞ്ഞ സൗകര്യങ്ങളായിരുന്നു. കാറും ബൈക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, നടപ്പ് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ മുൻപുണ്ടായിരുന്ന ഒരു ഡ്രൈവറോട് ചോദിച്ചു, നിനക്ക് എത്ര ഷർട്ടുണ്ടാന്ന്? 23 ഷർട്ട്. എൻ്റെ അപ്പനോ 2 എണ്ണം. തമിഴ്നാട്ടിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, 10,000 സാരി. ഈ പെമ്പറന്നോത്തി എപ്പോഴത് മാറി മാറി കൊടുക്കണമെന്ന് എനിക്കറിഞ്ഞത്. ആഡംബരത്തിൻ്റെ പാരമ്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും പരിചയപ്പെടുത്തരുത്.
പരിമിതികൾക്കകത്ത് ജീവിക്കാൻ സാധിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു എൻ്റെ അനുഭവമാണ്. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ വർക്കിന് പോകണം. ഒരു പ്രാവശ്യം മദ്രാസിലായിരുന്നു, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞങ്ങൾ 3 പേര് CSIയിലെ നേരത്തെ സെമിനാരി പ്രിൻസിപ്പളായിരുന്ന ശോഭനാച്ചൻ, അതുപോലെ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ആൾ ഡെന്നിസ് പടിക, ഞങ്ങൾ 3 പേരും കൂടെ മദ്രാസിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം ഞാൻ മാപ്പ് തന്നിട്ട് മാർക്ക് ചെയ്ത് തന്നു. ഈ സ്ഥലത്ത് ചുറ്റിക്കറങ്ങി നാളെ രാവിലെ 6 മണിക്കേ തിരിച്ചു വരാവൂ. ഞങ്ങൾ 3 പേരും കൂടെ പോയി. അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു അന്ന് അച്ഛനാണ്, പിന്നെ തിരുമേനിയായി, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം 6 മണിയായപ്പോൾ വണ്ടി മതിൽ ചാടി അകത്ത് കയറി അവർ പിടിച്ചു. ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു. രാത്രി 1 മണിയായപ്പോൾ കാല് കഴച്ചു, വിശപ്പും വന്നു. ഏതാണ്ട് മേടിച്ച് തിന്നേച്ചും റെയിൽവേ സ്റ്റേഷനിൽ, എഗ്മൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു പട്ടിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്താ, ഇപ്പം എൻ്റെ കൂടെ കിടക്കുന്നത് എൻ്റെ പൂച്ചയാണ്. ഏറ്റവും പരിമിതമായ ജീവിത സാഹചര്യത്തിലും പിന്നെ നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ടാവും, ഒരു നല്ല വീടുണ്ടാവണം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതെല്ലാം അവൻ്റെ ഡംഭ് കാണിക്കുന്ന അവസ്ഥ ആകാതിരിക്കും. അവിടെയാണ് നമുക്ക് വഴിമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത്, ദൈവം നയിക്കുന്ന നമുക്ക് പൂർണ്ണമായി അറിഞ്ഞുകൂടാത്ത ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് യേശു തമ്പുരാൻ തിരിച്ചു വരാൻ ശ്രമിച്ചു. അതേസമയം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായൊരു സമീപനം ഉണ്ടായിരുന്നു. ആ അനുകൂലമായ സമീപനം അടിത്തറകളോടാണ്. 10 കൽപ്പനകൾ. ഒന്ന് വായിച്ചു നോക്കിക്കേ നിങ്ങൾ, എന്താ അതിനകത്തുള്ളത്? ആദ്യത്തെ പകുതി ദൈവത്തോടുള്ള ബന്ധമാണ്. രണ്ടാമത്തെ പകുതി സഹോദരങ്ങളോട് ഉള്ള ബന്ധമാണ്. അത്രേ ഉള്ളൂ. അതാണ് അടിത്തറയെ കുറെ കൂടെ സംഗതമാക്കി വിശദീകരിച്ച് യേശു തമ്പുരാൻ പറഞ്ഞു, നീ നിന്നെപ്പോലെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം. അത്രേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ഇന്ന് കുറുക്കി പറഞ്ഞാൽ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. അതാണ് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്. അത്രത്തോളം ലോകത്തെ ദൈവം സ്നേഹിച്ചു. അപ്പം ആ ഒരു വാക്കിൽ അടിത്തറ നഷ്ടമായില്ല. അതേസമയം തന്നെ അതിനെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടിട്ടുമില്ല. ഈ ഒരു ബോധ്യം യേശുതമ്പുരാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ നിഷേധപരമായി അപഹസിക്കുന്ന രീതിയിൽ ഈ വഴിമാറ്റിയ ആളുകളെ കുറിച്ച് പറയുന്നത്. വെള്ളതേച്ച ശവക്കല്ലറകൾ, കുരുടന്മാർ. മനുഷ്യർ കുരുടരാണ്. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചൊന്നും വരില്ല. അവരുടെ ജീവിതത്തിൻ്റെ കഠിനമേറിയ മേഖലകളിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ചിന്തയൊക്കെ കുറച്ച് പുറകിലായിരിക്കും. പക്ഷെ അവിടെ ഉത്തരവാദിത്വമുള്ളത് നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ്. അവരും കുരുടന്മാരായാൽ, അതല്ല നമ്മുടെ നാട്ടിൽ പറയുന്നത്, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും? ഭ്രാന്ത് പിടിച്ചവരെ നിയന്ത്രിക്കുന്നത് ഈ ചങ്ങലയും കൊണ്ടാണ്. പക്ഷെ അതിന് തന്നെ ഭ്രാന്തായാൽ എന്തു ചെയ്യും? അതാണ് ചോദ്യം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് യേശുതമ്പുരാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. അതൊരു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള സഞ്ചാരമാണ്. മുന്നമേ അറിയണമെന്നില്ല. അതെല്ലാ മേഖലയിലും ഉണ്ടാകും. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, ജീവിത ബന്ധങ്ങളുടെ മേഖലയിൽ, സ്വപ്നങ്ങളുടെ മേഖലയിൽ. നമുക്കാകുന്നതേ സ്വപ്നം കാണാനൊക്കെ ഉള്ളൂ.
അതിനപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നിരാശ ഉണ്ടാവും. ആ നിരാശ കൊണ്ടാണ് പലരും ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്നത്, അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക്. അതുണ്ടാക്കുന്ന ആന്തരികമായ സംഘർഷമുണ്ട്. നമ്മുടെ ഈ പിള്ളേരെ ഇപ്പോൾ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയം അതാണ്, മയക്കുമരുന്നിൻ്റെ സ്വാധീനം. വളരെ സുഗമമായി ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ മക്കളായി കാണുക. ഒറ്റ ലളിതമായ വിഷയമാണ്. നമ്മുടെ മക്കളായി കാണാതിരിക്കുക. നമ്മുടെ മക്കളായി കണ്ടാൽ നമ്മുടെ താല്പര്യങ്ങൾ അവരിൽ നടപ്പാക്കാൻ ശ്രമിക്കും. ദൈവത്തിൻ്റെ മക്കളായി കണ്ടാൽ ദൈവത്തിൻ്റെ മക്കളായി അവരെ പരിഗണിക്കാനും വളർത്താനും സാധിക്കും. അതാണ് വിശുദ്ധ മാമോദീസ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നത്, പിതാവാം ദൈവമേ നിൻ്റെ ഏകജാതന് സഹോദരി അഥവാ സഹോദരനായി പൂർത്തീകരിച്ച്. നിന്റെ അല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. നീ ഒരു മാധ്യമം മാത്രമാണ്. ആ മാധ്യമം എപ്പോഴും വർക്ക് ചെയ്യണമെന്നുമില്ല. ഡോക്ടറുടെ അടുത്ത് പോയി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, 10 കൊല്ലമായി തിരുമേനി പിള്ളേരില്ല, പ്രാർത്ഥിക്കണം. അറിഞ്ഞൂടാ എന്താ കാരണമെന്ന് അറിഞ്ഞൂടാ, ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറയണത്. അങ്ങനെ ഉണ്ടാവും. അപ്പം ദൈവത്തിൻ്റെ നിർദ്ദിഷ്ടമായ താല്പര്യത്തോടെ ലക്ഷ്യത്തോടെ മാത്രമാണ് ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുന്നത്. അത് ചിലപ്പോൾ വേറെ വഴിക്കും ആകാം. അവിവാഹിതരാണ്, അല്ലെങ്കിൽ ബലാത്സംഗമാണ്. അതുകൊണ്ട് കുഞ്ഞല്ലാതാവുമോ? നമുക്കതിനെല്ലാം നമ്മുടേതായ ധാരണയിലുള്ള ധാർമ്മികത വെച്ചുകൊണ്ടാണ് പലപ്പോഴും അളക്കുന്നത്. കാരണം നമ്മൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തെക്കുറിച്ചല്ല, നമ്മുടെ ധാരണയിലുള്ള ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് യേശു തമ്പുരാൻ സമ്മതിച്ചിട്ടില്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. നിന്റെ തീരുമാനങ്ങളല്ല പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം. അതറിയാനുള്ള വിവേകം, അതറിഞ്ഞ് ജീവിക്കാനുള്ള വിവേകം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. യേശു തമ്പുരാൻ ഉപദേശിക്കുന്നതും അതുതന്നെയാണ്. ആ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ, അതിനാവശ്യമായ ജീവിതശൈലി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യത്തിൽ അവസാന വാക്ക് പറയാതിരിക്കുക, പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുക എന്ന് ഉറപ്പാക്കുക. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരാമേനല്ല, കർത്താവിൻ്റെ ശൈലി അതായിരുന്നു. ഇത് ഉറപ്പാണ്. വള്ളിക്ക് പുള്ളിക്കൊന്നും വ്യത്യാസം വരാനൊക്കില്ല. അതാണ് നമ്മുടെ ആളത്വം, വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ കണ്ടറിയാനും പ്രതികരിക്കാനും അതിൻ്റെ വിവിധ പ്രായോഗിക തലങ്ങളെ വിലയിരുത്താനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം വിജയമായിരിക്കും. ഒരിക്കലും നിരാശ ഉണ്ടാവില്ല, ഒരിക്കലും പിന്നോക്കാവസ്ഥ ഉണ്ടാവില്ല. വരുന്ന സാഹചര്യങ്ങളെ തുറന്ന മനസ്സോടുകൂടെ സ്വീകരിക്കാനും ആ സ്വീകരിച്ച അവസ്ഥയിൽ ജീവിക്കാനും സാധിക്കും. അതിൽ ചില ആളുകളുണ്ട്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കടം കയറി മുടിഞ്ഞാൽ ഒരു ചാക്കും എടുത്ത് പാട്ടയും ഗ്ലാസും ശേഖരിക്കാൻ പോകാൻ മനപ്രയാസം ഇല്ലാത്ത ആളുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണി ചെയ്യുന്നു. അതിൽ ഉച്ചനീചത്വ ഉയർച്ച താഴ്ചയുടെ വിഷയമൊന്നുമില്ല. അധ്വാനിച്ചാണ് ഞാനും ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ കയ്യേറിയോ അവരെ പീഡിപ്പിച്ചോ അല്ല. അതായിരുന്നു യേശു തമ്പുരാൻ്റെ നിലപാട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതാകും. അത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മരണം വരെ ജീവിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉയിർപ്പുമുണ്ടായി. ആ ഉയിർപ്പാണ് നമ്മുടെ ഭാവി പ്രതീക്ഷ. അതാണ് നമ്മൾ കാണിക്കാനിരിക്കുന്ന ദേശം. ഓരോ മതങ്ങൾക്കും മരിച്ച ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ധാരാളം കഥകളുണ്ട്.
ഇതൊക്കെ നമ്മളുണ്ടാക്കണതാ. തമ്പുരാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എന്നോട് കൂടെ. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യവും, അതാണ്. പക്ഷെ അതിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ വിശാലത എന്താണ്, അതിൻ്റെ സ്വഭാവം നമുക്കറിഞ്ഞുകൂടാ. ചില കഥകളൊക്കെ അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി ആ ഒരവസ്ഥയിലേക്കുള്ള യാത്രയിൽ മുൻവിധി കൂടാതെ, എന്നാൽ അടിത്തറകളെ സംരക്ഷിച്ചുകൊണ്ട് വിമർശനപരമായ, വിലയിരുത്തൽപരമായ ജീവിതശൈലി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമാജത്തിൻ്റെ വാർഷിക സമ്മേളനം ഇവിടെ ദൈവാശ്രയബോധത്തോടെ നിങ്ങളേവരുടെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദൈവത്തിൽ പ്രിയജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ അധികം വേദികളിലൊന്നും പോയി അങ്ങനെ വചനം പങ്കുവെച്ചിട്ടില്ലെങ്കിൽ പോലും വചനം പങ്കുവെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ അപ്പോഴൊക്കെ നമ്മളതിന് യെസ് പറയുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ ചെയ്യാതെ പോയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട അതിൻ്റെ ബന്ധപ്പെട്ട അച്ഛൻ വിളിക്കുകയും ഇങ്ങനെ ഒരു തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ മർത്തമറിയം സമാജം വനിതാ വാർഷികം ഇവിടെ മണ്ണുത്തിയ രമനയിൽ നടക്കുന്നുണ്ട്, അതിനൊരു ചെറിയ മെസ്സേജ് പറയാവോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിൽ ആലോചിച്ച് ഞാൻ ഒരു മടിയും കൂടാതെ ആകാം അച്ഛ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ അഭിമന്യ തിരുമേനിയുടെ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള മെസ്സേജ് കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ ഒരു അല്പം വിശപ്പും തുടങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് വളരെ സംക്ഷിപ്തമായി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ദൈവത്തിൽ അതിന് ശരണപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ സഭാ കലണ്ടർ അനുസരിച്ച് നമ്മൾ ഓരോ വർഷവും കർത്താവിൻ്റെ ജനന പെരുന്നാൾ മുതൽ നമ്മളിങ്ങോട്ട് അനുസ്മരിക്കുന്നു. ഓരോ വർഷവും നമ്മൾ ഓർമ്മ കൊണ്ടാടുന്നു. നമ്മളിപ്പോൾ പീഡാനുഭവ വാരം എല്ലാം കഴിഞ്ഞു, കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ചു. ഇപ്പം നമ്മൾ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ വരുന്നു. ആ ഒരു ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഞാനൊരു ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആദി മാതാപിതാക്കളായ ആദം ഹവ്വയും നമുക്കറിയാവുന്ന കഥകളാണ്, നൂറാവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതെല്ലാം. പാപം ചെയ്തു, പറുദീസ നഷ്ടപ്പെടുത്തി, അവരെ മുള്ളും പറക്കാരെയും നിറഞ്ഞ ഈ ലോകത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ യഹോവയാം ദൈവത്തിന് അത് വളരെ സങ്കടകരമായൊരു കാര്യമായിരുന്നു. കാരണം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ രൂപത്തിലും സൃഷ്ടിച്ചിട്ടുള്ളവരാണ് അവർ. ഇങ്ങനെ പാപം ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നല്ലോ, ആ ഒരു പാപത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് അവർ മുങ്ങിപ്പോയല്ലോ എന്ന് കരുതി നമ്മുടെ യഹോവയാം ദൈവം വളരെയധികം വിഷമിച്ചു, വളരെയധികം സങ്കടപ്പെട്ടു. അവരെങ്ങനെയെങ്കിലും ആ മനുഷ്യകുലത്തിനെ എങ്ങനെയെങ്കിലും തിരിച്ച് പറുദീസയുടെ അനുഭവത്തിലേക്ക് തിരിച്ചു കയറ്റണം, ആ പാപത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് അവരെ തിരിച്ചു കയറ്റണം എന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം പുത്രനെ, അത് മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഈ പുത്രൻ നമ്പുരാൻ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു. പാപമൊഴികെ നമ്മൾ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ വിഷമതകളിൽ കൂടെയും വിഷമഘട്ടങ്ങളിൽ കൂടെയും കടന്നുപോയി. നിന്ന അനുഭവിച്ചു, കഷ്ടപ്പാട് അനുഭവിച്ചു, പരിഹാസം അനുഭവിച്ചു, സ്വന്തം ജനത്തിൽ നിന്നുള്ള പരിഹാസം അനുഭവിച്ചു, വേദന അനുഭവിച്ചു,
താൻ ചെയ്യാത്ത, താൻ അറിയാത്ത പോലും കുറ്റത്തിനായിട്ട് തന്നെ വിധിക്കപ്പെട്ടു. വളരെ പരുഷമായ രീതിയിൽ ദണ്ഡനങ്ങൾ ഏറ്റു, പീഡകൾ സഹിച്ചു. അങ്ങനെ ക്രൂശിലേറ്റി അവസാന തുള്ളി രക്തം വരെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളോടുള്ള കരുതലെ പ്രതി നമ്മളെ തിരിച്ച് ഈ പാപത്തിന്റെ ഗർത്തത്തിൽ നിന്ന് നമ്മളെ തിരിച്ചു കയറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇതെല്ലാം സഹിച്ചുകൊണ്ട് ക്രൂശിലേറി. അവിടെ കൊണ്ടും തീർന്നില്ല. നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പാപമെല്ലാം വഹിച്ചു, ഞാനിവിടെ അവസാന തുള്ളി രക്തം വരെ നിങ്ങൾക്ക് മറുവിലയായി ഞാൻ കൊടുത്തു, നിങ്ങളെ രക്ഷിച്ചു, ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഞാൻ നിങ്ങൾക്കുള്ള മാർഗം കാണിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ്, ഞാനിതാ പോകുന്നു, പോയിട്ട് എന്തിനാ പോകുന്നതെന്നും കൂടെ പറഞ്ഞു. ഞാൻ പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനാ. ഞാൻ എവിടെ? യഹോവയാം ദൈവത്തിന്റെ സന്നിധിയിൽ, സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ തിരിച്ചു വരും, നിങ്ങളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ആശ്വാസപ്രദനായി ആ കാലത്തേക്ക് മുഴുവനായിട്ട് നമുക്ക് പരിശുദ്ധ ആത്മാവിനെ തരുകയും ചെയ്തു. തന്നെയുമല്ല, വേറൊരു അഷ്യൂറൻസ്, വേറൊരു ഉറപ്പും കൂടെ നമുക്ക് തന്നു, ലോകാവസാനത്തോളവും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഇതുപോലെ ഒരു സ്നേഹം നമുക്ക് എവിടെ കണ്ടെത്താനാകും? ആ കർത്താവിന് നമ്മളോട്, പിതാവായ ദൈവത്തിന് കർത്താവിന് നമ്മളെ പ്രതിയുള്ള സ്നേഹം, ആ സ്നേഹം നമ്മൾ മറന്നു പോയിട്ടുണ്ടോ? ആ സ്നേഹം നമ്മൾ ഈ ഓരോ വർഷവും നമ്മൾ ഈ ഓർമ്മകൾ ആലോചിക്കുമ്പോൾ ആ സ്നേഹം കൂടി വരികയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നിശ്വാസത്തിലും ആ കർത്താവിന് പ്രതിയുള്ള സ്നേഹം, കർത്താവിന് നമ്മളെ പ്രതിയുള്ള സ്നേഹം, അത് നമ്മൾ നമ്മുടെ നിശ്വാസത്തിൽ നമ്മൾ അനുഭവിച്ചറിയണം. അങ്ങനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. നമ്മൾ അതിനെ ഉൾക്കൊണ്ടിട്ടില്ല, നമ്മളതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടില്ല. നമ്മുടെ ജീവിതം എന്താ പറയുക, അതൊരു അർത്ഥമില്ലാത്തൊരു രീതിയിലായിത്തീരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. ഇതാണ് ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് അറിയുമെന്നറിയില്ല. ഞാൻ പാടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പാട്ടായിരിക്കാം. നിന്നാലസാധ്യമായൊന്നും അറിയോ? കേട്ടിട്ടില്ല? എങ്കിൽ ഞാൻ പാടാം കേട്ടോ. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മളെ ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നിങ്ങളെ കുറച്ചും കൂടെ ഒരു ഉണർവുള്ളവരാക്കാൻ വേണ്ടി ഞാൻ പാടുന്നു എന്നുള്ളതേ ഉള്ളൂ. നിന്നാലസാധ്യമായൊന്നും ഇല്ലീ ധരണിയിൽ, ഞാൻ വിശ്വസിക്കുന്നു നിന്നെ യേശു രക്ഷകരാ. തൃക്കൈകൾ എന്നെ താങ്ങിടുമെന്നും, ഭൂവിൽ ഇല്ല ഭയമെനിക്ക്, ഇല്ല നിരാശകൾ ആശങ്കകൾ, ഇല്ല നിരാശകൾ ആശങ്കകൾ. രാവിങ്കൽ ഞാനുറങ്ങുമ്പോൾ മാലാഖമാരവർ എൻ ചുറ്റും കാവൽ നിന്നിടും, എന്നെ സംരക്ഷിപ്പാൻ. പാടാവോ? രാവിങ്കൽ ഞാനുറങ്ങുമ്പോൾ മാലാഖമാരവർ എൻ ചുറ്റും കാവൽ നിന്നിടും, എന്നെ സംരക്ഷിപ്പാൻ. തൃക്കൈകൾ എന്നെ താങ്ങിടുമെന്നും, ഭൂവിൽ ഇല്ല ഭയമെനിക്ക്, ഇല്ല നിരാശകൾ ആശങ്കകൾ.
അടുത്തത്, രോഗം എന്നെ പീഡിച്ചെന്നാൽ നൽവൈദ്യനാം കർത്തൻ ഏകീടും സൗഖ്യം വേഗത്തിൽ കാരുണ്യം നൽകിടും. രോഗം എന്നെ പീഡിച്ചെന്നാൽ നൽവൈദ്യനാം കർത്തൻ ഏകീടും സൗഖ്യം വേഗത്തിൽ കാരുണ്യം നൽകിടും. തൃക്കൈകൾ എന്നെ താങ്ങിടുമെന്നും ഭൂവിൽ ഇല്ലാ ഭയമെനിക്ക്, ഇല്ലാ നിരാശകൾ ആശങ്കകൾ. അടുത്തത്, വൈഷമ്യങ്ങൾ എൻ പാതയിൽ വന്നു ചേർന്നിടിലും തൃപ്പാതെ ഞാൻ സമർപ്പിക്കും നാഥൻ ചെയ്യും കൃപ. വൈഷമ്യങ്ങൾ എൻ പാതയിൽ വന്നു ചേർന്നിടിലും തൃപ്പാതെ ഞാൻ സമർപ്പിക്കും നാഥൻ ചെയ്യും കൃപ. തൃക്കൈകൾ എന്നെ താങ്ങിടുമെന്നും ഭൂവിൽ ഇല്ലാ ഭയമെനിക്ക്, ഇല്ലാ നിരാശകൾ ആശങ്കകൾ. ഇല്ലാ നിരാശകൾ ആശങ്കകൾ. ഈ പാട്ടിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണം. വിശ്വസിച്ചേ മതിയാകൂ. നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. കർത്താവ് നമ്മുടെ ഏത് വൈഷമ്യങ്ങളായിക്കോട്ടെ, ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, അവൻ നമുക്ക് തുണയായിട്ടുണ്ടെന്നേ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ അവൻ്റെ മുമ്പാകെ സമർപ്പിച്ചാൽ അവൻ അതിനൊരു വഴി കണ്ടെത്തി തരും. അത് നമ്മൾ വിചാരിച്ച വഴിയാകണമെന്നില്ല, അവനൊരു വഴി നമുക്ക് കണ്ടെത്തി തരും. അപ്പോൾ അതിൽ ഉറച്ച് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഈ വിശ്വാസവും ഈ ദൈവസ്നേഹവും ആണ് ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ദൈവവചനം, കർത്താവിൽ ശരണപ്പെടുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 21 അധ്യായത്തിലും അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിലും അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അതിൽ പറയുന്നത് ഒരു അത്തിവൃക്ഷത്തിന്റെ കാര്യമാണ്. ഞാനതൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. അത് കർത്താവിൻ്റെ ഓശാന പെരുന്നാൾ കഴിഞ്ഞ് കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്തേറി യെരുശലേമിൽ വന്നു. അങ്ങനെ ജനങ്ങളെല്ലാം വസ്ത്രങ്ങൾ വിരിച്ചു, കർത്താവിനെ ഓശാന പാടി എതിരേറ്റു. അതിനെല്ലാം ശേഷം വരുന്ന ഒരു കാര്യമാണ് ഞാൻ വായിക്കാം. പിറ്റന്നാൾ അവർ ബെഥേനിയ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്കിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. പിന്നീട് അവരത് കാണുന്നത് ഈ അത്തിവൃക്ഷം കരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ ഈ പ്രവൃത്തിയിലുള്ള ഒരു അസ്വാഭാവികതയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ ഈ പ്രവൃത്തിയിലുള്ള അസ്വാഭാവികത, കർത്താവിൻ്റെ ഈ ഒരു ഭൂലോകവാസത്തിൽ കർത്താവിന് വേണ്ടി
ഒരു കാര്യവും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കാര്യവും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലുള്ള ഉപവാസം, ആ മരുഭൂമിയിലുള്ള ഉപവാസം കഴിഞ്ഞു, കർത്താവിന് നന്നേ വിശന്നു. അപ്പൊ പിശാച് പരീക്ഷിക്കാനായിട്ട് അവന്റെ അടുത്ത് വരികയാണ്. പിശാച് പറയാണ്, നിനക്ക് വിശക്കുന്നോ? നല്ല കാര്യമായി, ഈ കല്ലുകളോട് അപ്പം ആകാൻ പറഞ്ഞാല് ആ നിമിഷം അപ്പം ആവില്ലേ, നിനക്ക് ഭക്ഷിച്ചൂടെ? കർത്താവ് പറഞ്ഞു, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് വചനം കൊണ്ട് തന്നെ തിരിച്ചും മറുപടി പറയാ ചെയ്യുന്നത്. കർത്താവിൻ്റെതായിട്ടുള്ള ആ പദവിയോ അതൊന്നും കർത്താവ്, മഹത്വമൊന്നും കർത്താവിൻ്റെതായിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നില്ല. പിന്നെയുള്ള 2 പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതായത്, നീ എന്നെ വന്ദിച്ചാൽ ഈ ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അപ്പൊ പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനല്ലാതെ ആരെയും വന്ദിക്കരുത് എന്നുള്ളത് വചനത്തിൽ പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. ഉയർന്ന ഗോപുരത്തിൽ കൊണ്ടുപോയി താഴേക്ക് ചാട്, നിന്റെ കാലിൽ കല്ല് തട്ടാതെ വേണം, മാലാഖമാർ നിന്നെ കാത്തുകൊള്ളില്ലേ എന്ന് പറയും. അപ്പൊ പറയും, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കർത്താവിന്റെ മഹത്വം ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അവനവന്റെ ആവശ്യത്തിന് വേണ്ടി കർത്താവ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുപോലെയുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. തന്നെയല്ല, ഏതെങ്കിലും ഒരു വൃക്ഷത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കർത്താവ് ശപിക്കുന്നതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഈ അത്തിവൃക്ഷത്തിനെ ശപിച്ചു എന്നുള്ളതാണ്. ഈ കർത്താവാണെങ്കിൽ നമുക്കറിയാമല്ലോ, കർത്താവിന്റെ ആ വേലയുടെ കാലത്ത് ആ 3.5 വർഷത്തിൽ കർത്താവ് എന്തുമാത്രം ആളുകളെ സൗഖ്യമാക്കി, എത്ര പേർക്ക് വചനം പറഞ്ഞു കൊടുത്തു, എത്ര പേരെ അതിനെ ഉദ്ബോധിപ്പിച്ചു, എത്ര പേരെ കർത്താവിലേക്ക് അടുപ്പിച്ചു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ കർത്താവ് ചെയ്തു. പക്ഷെ ഒന്നിനെയും ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവ് അത്തിയെ ശപിച്ചു, അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ പിതാക്കന്മാര് പറയുന്നതാണ്, നമുക്കറിയാം, അത്തിവൃക്ഷം എന്ന് പറയുന്നത് കർത്താവ് ഒത്തിരി സ്നേഹിച്ചിട്ടുള്ള ഇസ്രായേൽ ജനമാണെന്ന് നമുക്കറിയാം. പല വ്യാഖ്യാതാക്കളും അതിനെ അങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഒത്തിരി നെഞ്ചേറ്റിയിട്ടുള്ള ഇസ്രായേൽ മക്കളാണ് അത്തിവൃക്ഷം. അവയിൽ നിന്ന് പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വന്നപ്പോൾ കർത്താവ് അവരെ ശപിച്ചതാണ്. പിന്നെ ഇസ്രായേൽ ജനം ചെതറിപ്പോകുന്നത് അതെല്ലാം ചരിത്രമാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വചനം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിക്കാം, എന്തിനാണ് ഇപ്പോൾ ഈ അത്തിവൃക്ഷത്തിന് ശപിച്ച കാര്യം? ഇത് നമ്മുടെ ജീവിതവുമായിട്ട് എന്താണ് ഒരു പ്രസക്തി, നമ്മുടെ ജീവിതവുമായിട്ട് എന്താണ് ഇതിനൊരു ബന്ധം എന്ന് നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം. അതിനു വേണ്ടി നമുക്ക് ഈ സമയം കുറച്ചൊന്ന് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 തലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യകുലത്തിന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു തലമുണ്ട്. സ്വാഭാവികമായിട്ടുള്ളൊരു തലം എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫോൾട്ട് പ്ലാൻ. ഇപ്പം ചെറുപ്പക്കാർക്ക് അറിയായിരിക്കും, ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിഫോൾട്ട് സെറ്റിംഗ് എന്നൊക്കെ പറയുമല്ലോ. നമ്മുടെ ഒരു ഡിഫോൾട്ട് പ്ലാൻ, സ്വാഭാവികമായിട്ടുള്ള നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കുഞ്ഞ് ആ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നു, ആ മാതാവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആ കുഞ്ഞ് ഭക്ഷണം വലിച്ചെടുക്കുന്നു, ആ കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്നു, പിന്നെ അങ്ങനെ വളർന്ന ആ കുഞ്ഞിൻ്റെതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ ആ കൗമാരത്തിലെത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ, അതിൻ്റെ നിവൃത്തീകരണത്തിനായി ആ കുഞ്ഞ് പരിശ്രമിക്കുന്നു, പിന്നെ യൗവനത്തിലെത്തുമ്പോൾ ആ ഇഷ്ടാനിഷ്ടങ്ങൾ വേറെ ആയിരിക്കും, അത് നിവൃത്തീകരിക്കാനുള്ള ഒരു വ്യഗ്രതയായിരിക്കും, പിന്നെ കുടുംബസ്ഥനാകുന്നു, മക്കളുണ്ടാകുന്നു, പിന്നെ കുടുംബത്തെ പരിരക്ഷിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള വ്യഗ്രതയായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് പേരക്കുട്ടികളുണ്ടാകുന്നു, ഇങ്ങനെ പോകുന്നു, അവസാനം നമ്മുടെ ജീവിതാന്ത്യം ഉണ്ടാകുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്. ഏതൊരു മനുഷ്യൻ്റെയും സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ജീവിതക്രമം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ ഇതാണോ കർത്താവ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ജീവിതക്രമമാണ്. കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം, പ്രിയജനമേ, കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ, അതായത് ഒരു ഡിവൈൻ പ്ലാൻ, ഒരു സ്വർഗീയ പദ്ധതിയാണ് കർത്താവ് വിഭാവനം ചെയ്തിട്ടുള്ളത്, ഒരു സ്വർഗീയ പദ്ധതി. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ജീവിതക്രമം എന്ന് പറയുമ്പോൾ ഇതാണ്. അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു, അതുകൊണ്ട് അത്തിയുടെ അടുത്ത് ഫലം ചോദിച്ചപ്പോൾ അത്തി കൊടുത്തില്ല. ഇതാണ് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ക്രമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ട് കർത്താവ് ആ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നും ഒരു അസ്വാഭാവികതയിലേക്ക് പോയി? അത്തിപ്പഴത്തിന്റെ കാലമല്ലെങ്കിലും എന്തുകൊണ്ട് അത്തിപ്പഴം ചോദിച്ചു? അതാണ് ഈ ഉയർന്ന തലത്തിലുള്ള ആ ഒരു ഡിവൈൻ പദ്ധതി എന്ന് പറയുന്നത്. ഇത് പറയുന്നത്
നമുക്കൊരു മനോഭാവം, നമ്മളിലൊരു മനോഭാവം, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മനോഭാവം നമ്മളിൽ ഉടലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും എല്ലാം അത് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും, അത് 21-ാം വാക്യത്തില്, ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഞാനിത് വിസ്തരിക്കുന്നില്ല. കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവ്വന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മനോഭാവം നമ്മളിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഇതിനെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു മനോഭാവം വളർന്നു വരണമെങ്കിലാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം അത് അത്രയും അഗാധത്തിലായിരിക്കണം. അവൻ ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് അത്രമാത്രം നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രമേ ഈ ഒരു മനോഭാവം നമ്മളിൽ വളർന്നു വരികയുള്ളൂ. ഇത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു മനോഭാവമാണ്, അല്ലേ? മൂഢ എന്ന് വിളിച്ച് നമ്മൾ ജീവിതത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാതെയൊക്കെ നിസ്സാര, മൂഢ എന്നൊക്കെ വിളിച്ചൊന്നു വരും. അതുപോലും കർത്താവിന്റെ സന്നിധിയിൽ അരുതാത്തതാണെന്ന് പറയുമ്പോൾ എന്തുമാത്രം സൂക്ഷിച്ചു വേണം നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇങ്ങനെ പവിത്രമായിട്ടുള്ള ഈ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ അന്ത്യനാളുകളിൽ കർത്താവ് സിംഹാസനസ്ഥനായി വരുമ്പോൾ അവിടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ തിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ പറയുന്ന 6 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ നഗ്നരായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു; ഞാൻ അതിഥിയായി വന്നു, നീ എന്നെ കൈക്കൊണ്ടു; ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ കൈക്കൊണ്ടു; ഞാൻ ബന്ധനസ്ഥനായിരുന്നു, നീ എന്നെ വിടുവിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മനോഭാവം, ഒരു കർത്താവിൻ്റെതായിട്ടുള്ള ആ ഒരു പദ്ധതിക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടുള്ള മനോഭാവം, കർത്താവിന്റെ സ്നേഹത്തെ പ്രതി നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ പ്രിയരെ? നമുക്ക് സമസൃഷ്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. അവരുടെ പ്രയാസങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. അവരെ കൂടെ നമ്മുടേതായിട്ട് കരുതിക്കൊണ്ട് നമുക്ക് അവരുടെ കാര്യം ഒരു നോട്ടം മതിയാവും. ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതേയല്ലേ പ്രിയ സുഹൃത്തുക്കളെ? നമുക്കൊരു ഒറ്റപ്പെടലിന്റെ അനുഭവമല്ലേ ഉണ്ടാകുന്നത്? ആരും എന്നെ കാണുന്നില്ലല്ലോ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരു ഡിപ്രഷൻ വന്നു പോവുക ചെയ്യുന്നത്. നമ്മൾ എല്ലാ ദിവസവും ന്യൂസിൽ കാണുന്നതല്ലേ. ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആരും എന്നെ ചേർത്ത് പിടിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നല്. അപ്പൊ നമ്മുടെ ഒരു നോട്ടം ഒരു പക്ഷേ അത് അർഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഗുണം ചെയ്തെന്ന് വരാം. നമ്മുടെ ഒരു ചിരി അത് അർഹിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്തെന്ന് വരാം. നമ്മുടെ ഒരു സാന്ത്വനപ്പെടുത്തൽ അത് അർഹിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്തെന്ന് വരാം. അപ്പൊ അങ്ങനെ ഒരു സമസൃഷ്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ദൈവസ്നേഹം വേണം. അതിൽ നമ്മൾ അഗാധമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലിരിക്കണം. ആ ദൈവസ്നേഹത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെയുള്ള മനോഭാവം നമുക്ക് വളരും. ആ മനോഭാവം വളരുമ്പോൾ നമുക്ക് സമസൃഷ്ടികളെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെയാണ് നമ്മൾ ഡിവൈൻ പ്ലാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ 5-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മനോഭാവം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മനോഭാവം നമ്മളിൽ വളർന്നു വരുവാനായിട്ട് തടസ്സം നിൽക്കുന്നതെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അതില് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ.
നമ്മളിപ്പോ ഈ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ജീവിതക്രമത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് ജഡികമായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞല്ലോ, അത്തിവൃക്ഷത്തിന് അത്തി പൂക്കുന്ന കാലത്തിൽ മാത്രമേ അത്തിപ്പഴം പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ജീവിതചര്യയാണ് നമ്മൾ ആചരിച്ചു പോകുന്നെങ്കിൽ നമുക്ക് ജഡികമായിട്ടുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണ് ജഡിക ഫലങ്ങളെന്നും എന്താണ് ആത്മീക ഫലങ്ങളെന്നും. അപ്പോൾ ആത്മീക ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ഈ കർത്താവിൻ്റെ ഈ ഒരു സ്വർഗീയമായിട്ടുള്ള പദ്ധതി, ഈ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ കർത്താവ് ചോദിക്കുന്ന സമയത്ത്, ചോദിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ആത്മീക ബലങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ആത്മീക ബലങ്ങളെ പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കർത്താവിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു, കർത്താവിനെ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക് ആ വ്യത്യാസം? നമ്മൾ കർത്താവിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു, നമ്മൾ കർത്താവിനെ പ്രതീക്ഷിക്കുന്നില്ല. അതായത് നമ്മൾ സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അതിനെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ മക്കൾ നന്നായി പഠിക്കണം എന്നുണ്ടാവും, നമുക്ക് നല്ല ജോലി കിട്ടണം എന്നുണ്ടാകും, നമ്മളെ മറ്റുള്ളവർ ആദരിക്കണം എന്നുണ്ടാകും, ഒത്തിരി കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോകും കേട്ടോ. എനിക്ക് വിശ്വാസമുണ്ട് കർത്താവെ, നിന്നോട് പ്രാർത്ഥിച്ച കിട്ടുന്ന വിശ്വാസമുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ബുദ്ധിയുടെ തലത്തിൽ പോയി കർത്താവിൻ്റെ അടുത്ത് പറയും, കർത്താവിനെ ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് നീ എനിക്ക് സാധിച്ചു തരണം കേട്ടോ എന്ന്. ഞാൻ 1 പ്രാവശ്യം പോവും, 2 പ്രാവശ്യം പോവും, 3 പ്രാവശ്യം പോവും. ഷെടാ, ഇതൊന്നും കിട്ടുന്നില്ലല്ലോ, ഇത് എന്തൊരു കഷ്ടമായത്. അപ്പൊ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവുമില്ലേ? അപ്പൊ പിന്നെ കിടക്കുന്നു നമ്മുടെ വിശ്വാസം. ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ വിശ്വാസം. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് എന്താണോ കിട്ടേണ്ടത് ആ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് നമുക്ക് കിട്ടിയിരിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ ചോർന്നു പോകുന്നതാണ് നമ്മുടെ പലരുടെയും വിശ്വാസം, എൻ്റെ ഉൾപ്പെടെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ ഈ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്, ദൈവികമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നുള്ളത്. കർത്താവല്ലേ നമ്മുടെ സൃഷ്ടാവ്, അവനറിയാം നമുക്ക് എന്താണ് നല്ലതെന്നും നമുക്ക് എന്താണ് ചീത്തയെന്നുള്ളതെന്ന് കൃത്യമായിട്ട് അറിയാം. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഈ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവഹിതം നമ്മളിൽ നിറവേറാനായിട്ട് നമ്മൾ കാത്തിരിക്കണമെങ്കിൽ നമുക്ക് ഈ ദൈവത്തോട് അദമ്യമായിട്ടുള്ള സ്നേഹം വേണം, ആ വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പൊ ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. യെശയ്യാ പ്രവചന പുസ്തകം 55-ാം അധ്യായത്തില് പറയുന്നുണ്ട്, എൻ്റെ വിചാരങ്ങളെല്ലാം നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ, എല്ലാ ആകാശവും ഭൂമി അകന്നിരിക്കുന്ന പോലെ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കൊരു ചുവട് വെക്കാനുള്ള ഒരു വെളിച്ചം പോലും ഇല്ല, ഒരു വെട്ടം പോലും ഇല്ല നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ദൈവിക പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടത്തട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കുന്നതാണ് നമ്മുടേതായിട്ടുള്ള ആ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുന്നതല്ല ശരിക്കുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ സംഭവിക്കുന്നത് അതല്ലേ? നമ്മൾ വിശ്വാസമുണ്ട്, എനിക്ക് കർത്താവിൽ ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കും, പലാവർത്തി ചോദിക്കും, നമുക്ക് കിട്ടില്ല. നമുക്ക് രോഗം വരും, പ്രയാസം വരും, ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ ഓടിച്ചെല്ലും കർത്താവിൻ്റെ അടുത്ത്, കർത്താവെ ഇതെല്ലാം എനിക്ക് മാറ്റിത്തരണേ, എനിക്ക് നീക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച സമയത്ത് അതൊന്നും നീങ്ങി കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അപ്പൊ ചോർന്നു പോകേണ്ടതല്ല നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. അത് ഉറച്ചു നിൽക്കണം. ദൈവിക പദ്ധതി അനുസരിച്ച് നിന്റെ ഹിതം മാത്രം എന്നിൽ നിറവേറിയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന വിശ്വാസമായിരിക്കണം. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള പദ്ധതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥമാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് കർത്താവിനെയാണോ വേണ്ടത്, കർത്താവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെയാണോ വേണ്ടത്? ഹബക്കൂക്ക് പ്രവചന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, അത്തിമരം പൂത്തില്ലെങ്കിലും ആലയിൽ ആടുകളില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ആപ്തവാക്യം.
അത് നമുക്ക് അതുപോലെ അനുവർത്തിക്കാനായിട്ട്, അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ വിശ്വാസമുള്ളൂ. നമുക്ക് ഈ ഡിവൈൻ പദ്ധതിക്ക് അനുസരിച്ച് നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. ഇനി രണ്ടാമത് തടസ്സം നിൽക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടിട്ടില്ല. പറഞ്ഞല്ലോ, ഇപ്പൊ ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ സാധിച്ചിട്ടില്ല, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഈ സ്ലീബയുടെ സന്ധ്യാനമസ്കാരത്തിൽ നമ്മളൊരു പാട്ട് പാടും. ആ പാട്ട് ഞാൻ അതിൻ്റെ ഒരു വരി ഞാൻ പാടാം. ക്രൂശിന്മേൽ തല ചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധ യാതനയെയും കൂസിടാതെ ഗളരുതിരത്താൽ ധവളിമയംഗങ്ങൾ കുളവാക്കി. അത് കേട്ടിട്ടില്ലേ? നിങ്ങൾ പാടിയിട്ടില്ലേ? പല പ്രാവശ്യം പാടിയിട്ടില്ലേ? എന്റെ സഹദേന്മാരും വിശുദ്ധന്മാരും ഒക്കെ ഇവർക്ക് മുടി മുടയുന്നത് കണ്ടു. കർത്താവ് മുടി മുടഞ്ഞ് കിരീടം മടയുന്നത് കണ്ടു. അപ്പൊ അവരുടേതായിട്ടുള്ള ഗളരുതിരത്താല് ധവളിമയ അംഗങ്ങൾക്ക് ഉളവാക്കിയിട്ട് അവർ പറന്നു പോവുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്കും ആവാൻ കഴിയുന്നേ. നമ്മളും ഈ കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ളവരല്ലേ, മാമോദിസ വഴിയായി. നമുക്കും ഇതുപോലെ കർത്താവിന്റെ സ്നേഹത്തിൽ ആഴപ്പെടാൻ കഴിയും. കർത്താവിന്റെ ആ ഒരു വിശ്വാസം നമ്മളിൽ ദൃഢപ്പെടുത്താനും കഴിയും. അപ്പൊ രണ്ടാമതായിട്ട് തടസ്സം നിൽക്കുന്നത് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടിട്ടില്ല, വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. എന്തിന് തടസ്സമായി നിൽക്കുന്നത്? ഈ ദൈവിക പദ്ധതി, ഈ മനോഭാവം നമ്മളിൽ വളർന്നു വരുവാനായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടിട്ടില്ല, നമുക്ക് വിശ്വാസവും ആഴപ്പെട്ടിട്ടില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഈ കർത്താവിന്റെ പദ്ധതി അനുസരിച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമുക്ക് സാധാരണ ഒഴുക്കുണ്ടല്ലോ, നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒഴുക്ക്. ഓരോ മനുഷ്യരും സ്വാഭാവികമായിട്ടുള്ള ജീവിതം ജീവിക്കുന്നുണ്ടല്ലോ. നമുക്ക് ആ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും. ഈ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വ്യത്യസ്തരാകും. ഇപ്പൊ നമ്മൾ ഒരു ചെകിട്ടത്ത് അടിക്കുന്നതിന് നമ്മളിപ്പോ ലിറ്ററലി ഇപ്പൊ നമ്മൾ പറയാണ്, ഒരു ചെകിട്ടത്ത് അടിക്കുന്ന നമ്മൾ പറയാണ്, നീ ഈ ചെകിടും കൂടെ അടിച്ചോ എന്ന് പറയുമ്പോ ഇത് കാണുന്നവർ വിചാരിക്കില്ലേ ഇവന് വട്ടാ, ഇവന് ഭ്രാന്ത എന്ന് വിചാരിക്കില്ലേ? പക്ഷെ അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഒഴുക്കിനെതിരെ നിങ്ങൾ നീന്തേണ്ടി വരും. അപ്പോ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും. നിങ്ങളെ പലരും പരിഹസിച്ചു എന്ന് വരാം. കണ്ടില്ലേ, ഇതേ അവൻ എന്തേ കാണിച്ചു കൂട്ടുന്നത്, അവന് ഭ്രാന്താന്ന് തോന്നുന്നത്, ഇച്ചിരി 10 വയസ്സ് ലൂസാന്ന് തോന്നുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരം വരും. അതെല്ലാം നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണോ? അങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ, അപ്പൊ നമ്മുടെ തടസ്സം നിൽക്കുന്നത് എന്താണ്? നമ്മൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടലിന്റെ അനുഭവം ഉണ്ടാകും. നമ്മളെ പലരും പരിഹസിച്ചെന്ന് വരാം. അത് കേൾക്കാനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം. അത് കേൾക്കാനുള്ള ചങ്കൂറ്റം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? കർത്താവിലുള്ള സ്നേഹത്തിൽ ആഴപ്പെടുമ്പോഴാണ്. കർത്താവിന് നമ്മൾ അങ്ങനെ കൈമേയി മറന്ന് നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്. ഒഴുക്കിനെതിരെ നമുക്ക് നീന്താൻ പറ്റുന്നവരാണ്. ഇനിയിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ അതായത് നമ്മളെ രക്ഷിക്കാൻ വന്ന, നമ്മുടെ പാപത്തിന്റെ അഗാധ ഗർത്തതയിൽ നിന്ന് രക്ഷിക്കാൻ വന്ന നമ്മുടെ കർത്താവും ഒഴുക്കിനെതിരെ നീന്തിയവനല്ലേ. എല്ലാ ഈ യഹൂദജനവും പുരോഹിതന്മാര്, മഹാപുരോഹിതന്മാര്, അവരെന്തൊക്കെ നിയമങ്ങളും ചട്ടങ്ങളുമാണ് അന്നത്തെ യഹൂദ ജനത്തിന്റെ മേലെ കെട്ടിവെച്ചത്. ഇതിനെല്ലാം കർത്താവ് നിശിതമായി വിമർശിച്ച് കർത്താവ് യഥാർത്ഥമായ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചതല്ലേ. അപ്പൊ കർത്താവും ഈ ഒഴുക്കിനെതിരെ നീന്തിയ കൂട്ടത്തിൽപ്പെട്ടതാണ് കർത്താവും. അപ്പൊ ഈ കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. കർത്താവാണ് നമുക്ക് മാതൃക വെച്ച് പോയിരിക്കുന്നത്. ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ മാതാവ്, പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ അഭിഷേകം കിട്ടിയിട്ടുള്ള നമ്മുടെ സ്നേഹന്മാര്, അതുപോലെ സഹോദരന്മാര്, വിശുദ്ധന്മാര്, ഇവരെല്ലാവരും ഈ ഒഴുക്കിനെതിരെ നീന്തിയവരാണ്. സാധാരണഗതിയിലുള്ള ഒഴുക്കിനെതിരെ നീന്തി കർത്താവിൻ്റെതായിട്ടുള്ള ആ ഒരു വിജയ കിരീടം പ്രാപിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും. ആ ഒഴുക്കിനെതിരെ നീന്താനുള്ള ശക്തി നമുക്ക്
കർത്താവിന്റെ സ്നേഹത്തിലൂന്നി നമുക്ക് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ തടസ്സം നിൽക്കുന്ന ഇതാണ്, നമ്മൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും, നമുക്ക് ഒറ്റപ്പെടലിന്റെ അനുഭവം ഉണ്ടാകും. അപ്പോഴെല്ലാം ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഓക്കെ, ശരി, അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി നാലാമത്തെ ഒരു കാര്യമുണ്ട്. അത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-17 കാര്യത്തിൽ പറയുന്നുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയിൽപ്പെട്ട് നിങ്ങൾ ഉഴന്നു പോവുകയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയിൽപ്പെട്ട് നിങ്ങൾ ഉഴന്നു പോവുകയാണ്. അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്, ആവശ്യത്തിന് പണം വേണം, ആവശ്യത്തിന് സുഖ സൗകര്യങ്ങൾ വേണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ അതിനേക്കാൾ അപ്പുറമായിട്ട് ജഡത്തിന്റെ എല്ലാ മോഹങ്ങൾക്കും, കണ്ണുമോഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, പിന്നെ അതുപോലെ തന്നെ ജീവനത്തിന്റെ പ്രതാപം അത് നേടിയെടുക്കാൻ വേണ്ടി എന്ത് കാര്യവും ചെയ്യുക എന്നുള്ള ആ ഒരു പ്രക്രിയയിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഉഴന്നു പോകുന്നുണ്ടോ? അങ്ങനെ ഉഴന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിയില്ല, കർത്താവിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വേണ്ടതെന്ന് അറിയാമോ? ഈ നമ്മുടെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്. നമ്മുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ അതിന്റെ ലിമിറ്റ്, അത് എവിടം വരെ പോകാം, അതിന്റെ അതിർത്തി നമ്മൾ തീരുമാനിക്കണം, എവിടം വരെ പോകാമെന്നുള്ളത്. ഈ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 6-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി. ആ ഒരു രീതിയിലുള്ള ഒരു മനോഭാവം നമ്മളിൽ വളർന്നു വരണം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലാണെന്നാണ് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല, എങ്കിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. വിളമ്പിയത് ഭക്ഷിക്കുക. നിങ്ങളുടെ മുമ്പിൽ എന്ത് വിളമ്പി വെച്ചോ അത് ഭക്ഷിക്കുക. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ കർത്താവ് ഇത് പറ്റില്ല, എനിക്ക് ഇനിയും കൂടുതൽ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വ്യഗ്രത പൂണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുകയില്ല, നിങ്ങൾക്ക് ദൈവിക പദ്ധതി അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല, ആത്മീക ഫലങ്ങളെ നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റുകയില്ല. അപ്പൊ 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത് എന്താ പറഞ്ഞത്? കർത്താവിൽ നിന്നും പ്രതീക്ഷിക്കുന്നു, കർത്താവിനെ പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞു, കർത്താവിനെ ആഴത്തിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല, കർത്താവിന്റെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും, അത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. നാലാമത്തെ കാര്യം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇത് നമുക്ക് ലിമിറ്റ് വിട്ടിട്ട് നമ്മൾ ആ ജീവിത വികൃതിയിൽ മുങ്ങി താഴുകയാണോ? അങ്ങനെ താഴുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവിക സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റില്ല, ആ പദ്ധതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനും ഒക്കെയില്ല. നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തില്, സുത്താറ നമസ്കാരത്തില്, നിങ്ങൾ പാമ്പാക്കുട നമസ്കാരം ഫോളോ ചെയ്യുന്നവരാണോ എനിക്കറിയില്ല. സുത്താറ നമസ്കാരത്തിൽ പറയുന്നുണ്ട്, കർത്താവേ നിന്റെ നൽവരത്തിന്റെ ഭണ്ഡാരം കവർച്ച ചെയ്യപ്പെടാതിരിപ്പാൻ എൻ്റെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തുറക്കപ്പെട്ട വാതിലുകൾ എന്താണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കർത്താവെ നിന്റെ വിശ്വാസമാകുന്ന ആ ഒരു നിന്റെ ദൈവസ്നേഹമാകുന്ന ആ കാവൽക്കാരെ നിർത്തിക്കൊണ്ട് വേണ്ടത് മാത്രം അകത്ത് കടത്തി വിട്ടുകൊണ്ട് വേണ്ടാത്തതിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ നിത്യവും പാമ്പാക്കുട നമസ്കാരത്തിൽ, സുത്തറ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. അപ്പോ ഈ 4 കൂട്ടം കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ദൈവിക പദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്നത്. അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കാം, നിങ്ങൾക്ക് ആത്മീക ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ ജീവിച്ചിട്ടുള്ള 2-3 വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് സമയം പോകുന്നെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും 2-3 വ്യക്തിത്വങ്ങളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് ആദ്യമായിട്ട് നമ്മുടെ ഇപ്പം വനിതാ മർത്തമറിയൻ സമാജമാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പം ഈ വർഷത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകവും നമുക്ക് പഠിക്കാനുള്ളതും രൂത്തിന്റെ പുസ്തകമുണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാവോ? എലിമലേക്കും നവോമിയും മോവാബ് ദേശത്ത് പോകുന്നു, അവിടെ പാർക്കുന്നു. അവരുടെ മക്കള് മഹ്ലോനും കില്യോനും ഉണ്ട്, അവര് വിവാഹിതരാകുന്നു. ഓർപ്പയും രൂത്തും ആണ് മരുമക്കള്. നമുക്കറിയാം
എലിമലേക്ക് മരണപ്പെട്ടു പോകുന്നു. 2 മക്കളും അതിനുശേഷം മരിക്കുന്നു. അതിനുശേഷം നവോമി അമ്മായിയമ്മയും 2 മരുമക്കളുമായിട്ട് ശേഷിക്കുന്നു. അപ്പൊ അമ്മായിമ്മ അവരോട് പറയാണ്, ശരി മക്കളെ, നിങ്ങൾ എൻ്റെ കൂടെ നിന്നു, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ മക്കളും മരിച്ചുപോയി. നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി പോകാനായിട്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓർപ്പ പറഞ്ഞു, ശരി, ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി. നവോമിയുടെ അടുത്ത് പറഞ്ഞു, ശരി അമ്മേ, ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവാണെന്ന്. പക്ഷേ രൂത്ത് എന്ത് പറഞ്ഞു? രൂത്ത് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല എൻ്റെ അമ്മേ, ഞാന് നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതിക്ക് അവളെ കീഴ്പ്പെട്ടുകൊണ്ട് നവോമിയുടെ കൂടെ പറ്റിച്ചേർന്നുകൊണ്ട് അവൾ തിരിച്ച് അവരുടെ സ്വന്തം ദേശത്തേക്ക് വരിക ചെയ്യുന്നത്. രൂത്തിന് അതിനുശേഷം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രൂത്തിന് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ലേ? കർത്താവിന്റെ വംശാവലി പട്ടികയിൽ ഇടം നേടാനായിട്ട് സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ ദൈവിക പദ്ധതിക്ക് നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതമല്ല. നിങ്ങളുടെ ക്രൂശ് എടുത്തതിന്റെ പിന്നാലെ വരാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ദൈവ മഹത്വം കാണുവാനുള്ള ആ ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും കഴിയും. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ മോശയാണ്. മോശയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 40 വയസ്സ് വരെ അവിടെ ഈജിപ്തിൽ താമസിച്ചു. സ്വന്തം ബുദ്ധിയിലൂന്നി, അതായത് സ്വാഭാവികമായിട്ടുള്ള ജീവിതക്രമത്തിൽ സ്വന്തം ബുദ്ധിയിലൂന്നി എൻ്റെ ജനങ്ങളെ ഇവിടുത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്വന്തമായിട്ട് കുറെ ആക്ഷൻ എടുക്കാൻ നോക്കി. നമുക്കറിയാലോ, ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ആ ദേശത്ത് നിൽക്കാൻ നിവൃത്തിയില്ലാണ്ട് മിദ്യാനി ദേശത്തേക്ക് ഓടിപ്പോവുകയൊക്കെ ചെയ്തു. അവിടെ 40 വർഷം പാർത്തു. അവിടെ വിവാഹം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി. എന്നിട്ട് അവിടെ താമസിക്കുമ്പോഴാണ് മുൾപ്പടർപ്പിൽ യഹോവ ദൈവത്തെ കാണുവാനായിട്ട് ഇടയായത്. അവിടെ മുതലാണ് ദൈവിക പദ്ധതിക്ക് കീഴ്പ്പെട്ട് മോശ ജീവിക്കുന്നത്. പിന്നെ മോശയുടെ ജീവിതം എങ്ങനെയാണ്? അവന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് യഹോവയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ ഇസ്രായേൽ ജനത്തെ നടത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിച്ച അടുത്തൊരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, മോശ. ഇനി ഒരു വ്യക്തിയെയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അനേകം വ്യക്തികളുണ്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് ഇരുത്തി വായിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറിവും നമുക്ക് കിട്ടുന്ന ആ ഒരു ഉൾബോധ്യങ്ങളും എന്തുമാത്രമാണെന്നറിയാമോ? ഇതിപ്പോൾ ഞാൻ ഈ ഒരു വിഷയം എടുത്തപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഇപ്പം ഞാൻ സങ്കീർത്തനം എനിക്ക് കിട്ടുന്ന ഉത്ബോധ്യങ്ങൾ അനുസരിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകുമായിരിക്കും. നമ്മളെല്ലാം അത് ചെയ്യണം, അപ്പോഴേ നമുക്ക് ഈ ഉത്ബോധ്യങ്ങളെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടിയൊരു ഉത്ബോധ്യത്തിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനിക്കറിയില്ല, നമ്മുടെ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ വ്യാഖ്യാനത്തിൽ നിന്നെല്ലാം എനിക്ക് തോന്നി ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഇത് എനിക്ക് കിട്ടിയൊരു ഉത്ബോധ്യത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതെന്ന് മാത്രം. അപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ജോസഫാണ്. നമ്മുടെ പൂർവ്വകാലത്ത് ജോസഫ് ഉണ്ടല്ലോ, ജോസഫ്. അപ്പം യാക്കോബിന്റെ മകനായ ജോസഫ് യഹോവയായിട്ടുള്ള ബന്ധത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? മറ്റുള്ള സഹോദരങ്ങളെല്ലാം ആ ഒരു ബുദ്ധിയുടെ തലത്തിൽ, അതായത് സ്വാഭാവികമായ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ ജോസഫ് അന്ന് എന്നും വ്യത്യസ്തനായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ബാക്കിയുള്ള സഹോദരങ്ങളെ കൂടെ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് അടിമ വ്യാപാരം ചെയ്യുന്നവരൊക്കെ കൊടുത്തു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ പൊത്തിഫറിന്റെ ഭാര്യ അവനെ വശീകരിക്കാൻ ശ്രമിച്ചു. അവൻ യുവാവാണെന്ന് ഓർക്കണം. അവന് പൊത്തിഫറിന്റെ ഭാര്യ വശീകരണത്തിൽ അവൻ വീണിരുന്നുവെങ്കിൽ അവന് ചിലപ്പോൾ ആ പൊത്തിഫറിന്റെ ഭാര്യ അനുവദിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ അവന് കിട്ടിയേനെ.
പക്ഷെ അവൻ അതൊക്കെ തിരസ്കരിച്ചു. അവനറിയായിരുന്നു ഇതെല്ലാം ആപത്താണെന്ന് അറിയായിരുന്നു. പക്ഷെ അവനറിയാം ദൈവിക പദ്ധതി, അവനിലുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് കൃത്യമായിട്ട് അവൻ അറിയാമായിരുന്നു. ദൈവത്തോടുള്ള അദമ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതെല്ലാം എതിർത്ത് നിന്നു. അതുകൊണ്ട് അവന് കഷ്ടം സഹിക്കേണ്ടി വന്നു, ഒരുപാട് കഷ്ടം സഹിക്കേണ്ടി വന്നു. പക്ഷേ ആത്യന്തികമായിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അവൻ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? വളരെ മഹത്വത്തോടുകൂടി നീതിവൃക്ഷം എന്നുള്ള പേര് കിട്ടിക്കൊണ്ട് അവൻ ഈ ലോകത്ത് നിന്ന് കടന്നു പോവുക ചെയ്യുന്നത്. അപ്പൊ അതുപോലെ അനവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ആ ദൈവത്തെ, നമ്മളെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന് നമ്മൾ എത്ര സ്നേഹിച്ചാലും മതിയാവില്ല എന്നുള്ളത്, ആ അടക്കാനാവാത്ത ആവശ്യത്തിൽ നമ്മൾ സ്നേഹിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ പരിഗണിക്കും. പിന്നെ നമുക്ക് എന്ത് കഷ്ടപ്പാട് വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും സങ്കീർത്തനക്കാരൻ 19-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമുക്ക് അതിനെല്ലാം മറികടക്കാനുള്ള മാൻപയുടെ കാലുകളെ തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഈ കഷ്ടപ്പാടുകൾ ഇല്ലാതാവുന്നല്ല പറയുന്നത്, കഷ്ടപ്പാടുകളെ മറികടക്കാനുള്ള മാൻപയുടെ കാലുകളെ കിട്ടും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ വിടുവിക്കും. അതിനർത്ഥം നീതിമാന് കഷ്ടപ്പാട് ഇല്ലാതെ ആവുന്നല്ല, നീതിമാന് കഷ്ടപ്പാടുകൾ ഒത്തിരി വരും. ഒരുപക്ഷെ സാധാരണക്കാരിൽ നിന്ന് കൂടുതലായിട്ട് വന്നു എന്നിരിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് എന്നെ മോചിപ്പിക്കുമെന്നുള്ള ഉത്തമമായ വിശ്വാസം നമ്മൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ 3 വ്യക്തിത്വങ്ങളെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം ദൈവസ്നേഹത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമുക്ക് മാമോദീസ വഴിയായിട്ട് നമ്മിൽ നിക്ഷേപിച്ച ആ പരിശുദ്ധാത്മാവിന്റെ കനലുണ്ടല്ലോ, ആ കനൽ അണയാതെ സൂക്ഷിച്ചിട്ട് വിശ്വാസത്തില് ആഴപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള താലന്തുകളെ സമർത്ഥമായിട്ട് വിനിയോഗിച്ച്, നിങ്ങൾക്കറിയാമോ നമുക്ക് കിട്ടിയിട്ടുള്ള താലന്തുകളെ കുറിച്ച് നമുക്കറിയില്ലേ? താലന്തുകളുടെ ഉപമ, 5 താലന്ത് കൊടുത്തവനുണ്ട്, 2 താലന്ത് കൊടുത്തവനുണ്ട്, 1 താലന്ത് കൊടുത്തവനുണ്ട്. ഈ 5 താലന്ത് കൊടുത്തവനും 2 താലന്ത് കൊടുത്തവനും കൃത്യമായിട്ട് അത് വ്യാപാരം ചെയ്തു. കർത്താവിന്റെ പദ്ധതിക്ക് അനുസരിച്ച് അവൻ വ്യാപാരം ചെയ്തു, അത് ഇരട്ടിയാക്കി. ഉടമസ്ഥൻ എപ്പോൾ വരുന്നൊന്നും അറിയില്ല. ഉടമസ്ഥൻ വന്നു ചോദിച്ചു, എവിടെ ഞാൻ തന്ന താലന്ത് എവിടെ? ഇവരെല്ലാം മിടുക്കന്മാരായിട്ട് പോയി പറഞ്ഞു, കർത്താവേ 5 കിട്ടിയെടുത്ത് ഞാൻ 10 വ്യാപാരം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. വെരി ഗുഡ്, നീ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞു. 2 കിട്ടിയനോട് ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ 4 ആക്കിയിട്ടുണ്ട് കർത്താവേ. വെരി ഗുഡ്, പോരെ, എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. 1 കിട്ടിയവൻ പറഞ്ഞു, അതെ ഞാന് വലിയ കാര്യത്തിനൊന്നും നിന്നില്ല, ഞാൻ എൻ്റെ ഈ സ്വാഭാവികമായിട്ടുള്ള ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർത്തു, ഞാനത് ഒന്നും ചെയ്യാണ്ട് മണ്ണി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. ഉടനെ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, മടിയനായിട്ടുള്ള ദാസ, നീ 1 കിട്ടിയതിനെ അങ്ങനെ തന്നെ എടുത്തു വെച്ചു, പൂർത്തി വെച്ചു. നീ വ്യാപാരം ചെയ്തില്ല, നീ എൻ്റെ ദൈവിക പദ്ധതി അനുസരിച്ച് നീ ജീവിച്ചില്ല. അതുകൊണ്ട് നീ നിത്യാത്മീയ കൂരിരുട്ടിലേക്ക് നീ തള്ളപ്പെട്ടവനായി തീരും എന്ന് പറഞ്ഞ് ഈ തോട്ടമുടമസ്ഥനെ ആ നിത്യാന്ധകാരത്തിലേക്ക് തള്ളിയിടുന്നതായിട്ട് നമ്മൾ കാണും. ഇനി വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട്. നമ്മുടെ ബുദ്ധിയുള്ള 5 മണവാട്ടിമാരില്ലേ, ബുദ്ധിമുള്ള 5 മണവാട്ടിമാരുടെ കഥ. അവിടെ ആ ബുദ്ധിയുള്ള 5 മണവാട്ടിമാർ എന്ത് ചെയ്തു? അവര് മതിയായ എണ്ണയും വിളക്കും തിരി എല്ലാം എടുത്തുകൊണ്ട് മണവാളിനെ എതിരേൽക്കാൻ ചെയ്തു. അവർക്കും അറിയില്ല മണവാളൻ എപ്പോഴാ വരുന്നത്, ഒന്നും നമുക്കറിയില്ല, അവർക്കറിയില്ല. അവർ പോയി. പക്ഷെ അവരെല്ലാം കരുതിയിരുന്നു, ദൈവിക പദ്ധതി അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നു. അങ്ങനെ ആ മണവാളനെ സ്വീകരിക്കാൻ അവർ പോയി. അവരുടെ കൂടെ ഈ സ്വാഭാവികമായിട്ടുള്ള ജീവിതക്രമം ജീവിച്ചു തീർക്കുന്ന 5 മണവാട്ടിമാരും പോയി. അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മണവാളിന്റെ കൂടെ പോകാനായിട്ട്, പക്ഷെ മണവാളിനെ എതിരേൽക്കാനായിട്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇവര് കാത്തിരുന്നു. മണവാളൻ അർദ്ധരാത്രിക്ക് വന്നു. പക്ഷെ ബുദ്ധിയുള്ള 5 കന്യകമാര്, അവർക്ക് വിളക്കിൽ തിരി ഒഴിക്കാൻ ആവശ്യത്തിന് എണ്ണ ഉണ്ടായിരുന്നു, അവർ കരുതിയിട്ടുണ്ടായിരുന്നു. അവര് മണവാളനെ യഥാവിധം വരവേറ്റു. അവര് മണവറയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. മറ്റ് 5 മണവാട്ടിമാര് നിത്യാന്ധകാരത്തിലേക്ക് തള്ളപ്പെട്ടു. അവരുടെ മുമ്പിൽ വാതിലുകൾ കുട്ടി അടയ്ക്കപ്പെട്ടു. അപ്പൊ ഇതെല്ലാം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ്. അപ്പൊ നമ്മൾ
സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഈ താലന്തുകളെ സമർത്ഥമായിട്ട് വ്യാപാരം ചെയ്ത് നമ്മുടെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട്, നമുക്കറിയില്ല കർത്താവിൻ്റെ പുനരാഗമനം എന്നായിരിക്കും നമുക്കറിയില്ല, നമ്മുടെ ജീവിതാന്ത്യം എന്നായിരിക്കും എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നമ്മുടെ ജീവിതാന്ത്യം എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചോട്ടെ, കർത്താവിൻ്റെ പുനരാഗമനം എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞാൻ കർത്താവ് തന്നിട്ടുള്ള താലന്തുകളെ സമർത്ഥമായി വ്യാപാരം ചെയ്ത് കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച്, ഇവിടെ കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ആ ദൈവികമായിട്ടുള്ള പദ്ധതിയും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള, അതായത് നമ്മുടേതായിട്ടുള്ള ജീവിത ചര്യകളും, ഇത് രണ്ടും കൂടെ ഒരു എന്താ പറയുക, ഒരു സമവായത്തിലെ അത് രണ്ടും കൂടെ വളരെ പക്വതയോടുകൂടി സമ്മേളിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ ദൈവിക പദ്ധതി അനുസരിച്ച് മാത്രം നമ്മളല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടെ സമ്മേളിപ്പിച്ച് നമ്മൾ എപ്പോഴും എവർ റെഡി ആയിട്ടിരിക്കുക. കർത്താവ് എപ്പോൾ വേണമെങ്കിൽ വന്നോട്ടെ, കർത്താവ് എപ്പോൾ വേണമെങ്കിൽ, അതായത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരിക്കാം, ഒന്നും നമുക്ക് വിഷയമല്ല. കർത്താവ് വന്നു, ഫലം ചോദിച്ചു, ഇതാ കർത്താവെ ആത്മീക ഫലങ്ങൾ എന്ന് പറഞ്ഞ് കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് ഈ ഒരു ഇത്രയും നേരത്തെ ഒരു ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് കാരണമായി നിൽക്കുന്നത് നമ്മളോട് ദൈവം കാണിച്ചിട്ടുള്ള ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തെ നമ്മൾ 24/7 നമ്മുടെ ശ്വാസനിശ്വാസത്തിൽ നമ്മൾ ഓർക്കണം. അതനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരണം. ഇവിടെ ഞാൻ 2 കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചോളാം. ഇവിടെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കെന്നല്ല എനിക്കും തോന്നുന്ന ഒരു സംശയം എന്താണെന്നറിയോ? ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും, നമുക്ക് കഷ്ടപ്പാട് വരും എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ദൈവിക പദ്ധതികളൊന്നും അനുസരിക്കാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യര് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ നല്ല സുഖമായിട്ട്, എത്രയോ പേര് നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് നല്ല കാറുണ്ട്, നല്ല പൊസിഷൻ ഉണ്ട്, അവരുടെ മക്കളൊക്കെ നല്ല സമർത്ഥരായിട്ട് പഠിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? അപ്പൊ ഇതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ടോ? നമ്മുടെ ഉള്ളിൽ തോന്നാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണത്. പ്രിയരെ, എല്ലാ ചോദ്യത്തിനും ഉത്തരം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾ ആ സങ്കീർത്തനം 73-ാം അധ്യായം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ എന്നെ അറിയാത്തവരെ ഞാൻ വഴുവഴുപ്പിൽ നിർത്തുന്നു. 73-ാം സങ്കീർത്തനം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം മൊത്തമായിട്ട്. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, സമയത്തിന്റെ അപര്യാപ്തത മൂലം ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഞാൻ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ വഴുവഴുപ്പ്? നമ്മളിപ്പോ ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ ഈ ഒരു അഭിപ്രായം രൂപപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഇപ്പോൾ ഉള്ള ജീവിതം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കുറെ കാലം കഴിഞ്ഞ് ആ വ്യക്തി എന്തായിരിക്കുമെന്നോ, ആ വ്യക്തിയുടെ കുടുംബം എന്തായിരിക്കുന്നോ, അവന്റെ മക്കൾ എന്തായി തീരുമെന്നോ നമുക്കറിയുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ നല്ല എന്താ പറയാ, അത്ര പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള കുടുംബം, ആ കുടുംബമൊക്കെ നാമാവിശേഷമായി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോ ഈ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, വേറെ എവിടെയും തേടി പോകേണ്ട കാര്യമില്ല. എല്ലാത്തിനും വ്യക്തമായ ഉത്തരം നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉദിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ചോദ്യം എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ പറയും, ഈ ക്രിസ്തീയ സഭകള് ഈ പരസ്പര സ്നേഹം, ബഹുമാനം, കർത്താവിന്റെ സ്നേഹവും ഒക്കെ പഠിപ്പിക്കേണ്ട ഈ ക്രിസ്തീയ സഭകളുണ്ടല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനാ ഇങ്ങനെ പരസ്പരം പോരടിക്കുന്നത്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളോ നമ്മുടെ ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ? ഇതൊക്കെ പഠിപ്പിക്കണ ഈ ക്രിസ്തീയ സഭകള്, അതിനുള്ള ആളുകൾ തന്നെ തമ്മി പോരടിക്കുന്നു, സമാധാനം ഇല്ലാണ്ട് വർത്തിക്കുന്നു. പിന്നെ എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ വളരെ ഘോരം വിളിച്ചു പറയണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമ്മളിൽ പലരും, ഞാനടക്കം വിചാരിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ പിതാക്കന്മാര് നമുക്കായിട്ട് തന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് കുർബാന, നോമ്പനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥന, നിത്യമുള്ള പ്രാർത്ഥന, നമ്മുടെ വിശുദ്ധ കുംഭസാരം, ആചാരാനുഷ്ഠാനങ്ങൾ, ഏറ്റവും പരമപ്രധാനമായിട്ട് വിശുദ്ധ കുർബാന.
വിശുദ്ധ കുർബാന, ഇതെല്ലാം നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയോ? നമുക്ക് ആത്മീക വർധന വരുത്തുവാനാണ്. ഇതെല്ലാം നമുക്ക് ആത്മീക വർധന വരുത്തുവാനുള്ള സഹായകരമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അതല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളാം, ഗൗരവത്തിൽ ഉൾക്കൊള്ളാം. നിങ്ങൾക്കറിയോ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള വേറെ എന്തുണ്ട്, ഏത് കൂദാശയുണ്ട്? അതിനെക്കുറിച്ച് ഈ എസെക്കിയേൽ പ്രവചന പുസ്തകം 47-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മുട്ടോളമല്ല അരയോളമല്ല, അതായത് ആ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിൽ മുങ്ങിത്തുടിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ആ കുർബാന അനുഭവത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ വിശുദ്ധ കുർബാനയിൽ അതിന്റെ മീനിങ് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് മുങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്കും എന്തുമാത്രം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൽ വളരുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധ സഭയും പിതാക്കന്മാരും നമുക്ക് ഒരുക്കി തരുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ആത്മീയ വർധന വരുത്താം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവിക ജീവൻ ജീവിച്ച് ആ ഒരു താലന്ത് കിട്ടിയതിനെ പോലെ ആ നിത്യാന്ധകാരത്തിലേക്ക് പോകാം. അത് ആത്യന്തികമായി നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഭ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ട ബാധ്യത നമുക്കാണ്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അത് ചിട്ടപ്പെടുത്തി ജീവിച്ചാൽ കർത്താവിന്റെ ഒരു ആഗമനത്തിൽ നല്ല പോര് പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായവൻ കരുതും എന്ന് പറയാനുള്ള ഉറച്ച ചങ്കൂറ്റം നമുക്കുണ്ടാവും. അപ്പൊ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ഇതിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ നമുക്കാണ്. നമ്മളാണ് ഇതെല്ലാം വേണോ വേണ്ടയോ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണ്ണമായ ഗൗരവത്തിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. അതല്ലാണ്ട് നമ്മൾ കുറ്റം പറഞ്ഞും അത് പരിഹസിച്ചും ഇത് കണ്ടില്ലേ അത് അങ്ങനെയാണ്, ഇത് കണ്ടില്ലേ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാളും നാഴികയും വേഗം പോവും. നമുക്കറിയില്ല നമ്മുടെ അന്ത്യം എപ്പോഴാണെന്ന്. നമ്മൾ തയ്യാറായിരിക്കേണ്ട കാലഘട്ടമാണ്. നമ്മൾ അത്രയും ഒരുക്കത്തോടുകൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു അന്ത്യം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വചന സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ അടുത്ത് നടന്നൊരു എൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുവാനായിട്ട്, അതായത് കർത്താവിനെ നമ്മൾ അതിനിട്ട് സ്നേഹിക്കുമ്പോൾ കർത്താവ് കരുതുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവ് നമ്മളെ കരുതും, തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ കരുതും. നമ്മൾ അറിയുന്നില്ല, നമ്മൾ പുറത്തു പോകുന്നു, ഓരോ ദിവസം പ്രഭാതത്തിൽ നമ്മൾ എണീക്കുന്നു, പുറത്തു പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വരുന്നു. എന്തുമാത്രം ആപത്തുന്ന അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് അറിയാവോ? നമ്മുടെ ജീവിതം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി അറിയാം എന്തുമാത്രം കാര്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയാതെ പോവുക ചെയ്യുന്നത്. നമ്മൾ അറിയണം പ്രിയരെ. എന്നിട്ട് നമ്മൾ കർത്താവിന് എപ്പോഴും സ്തുതിയും സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് 1-2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ ഈ മണ്ണുത്തി മുക്കാട്ടുകര ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ ഒരു മുക്കാട്ടുകര മണ്ണുത്തി ഈ മേഖലകളിൽ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മിന്നൽ ചുഴലി വന്നായിരുന്നു. ഒരു മിന്നൽ ചുഴലി. ഈ മിന്നൽ ചുഴലിയും ശക്തമായ മഴയും ഭയങ്കരമായ ഇടിമിന്നലും കാറ്റും എല്ലാം കൂടെ ഒന്നിച്ചു വന്നു. ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു. സന്ധ്യ നേരത്താണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട് വീട്ടിൽ, വേറെ ആരുമില്ല. ഞങ്ങളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കറണ്ടും പോയി വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എന്തൊക്കെയോ പൊട്ടി വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് അറിയാം. നമുക്കൊന്നും അറിയില്ല. രാത്രിയാണ്, ഇരുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ പോയില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഒരു ഒഴിഞ്ഞ പറമ്പാണ്. ആ ഒഴിഞ്ഞ പറമ്പില് ഒരു വലിയൊരു മാവ്, ഒരു മൂവാണ്ടൻ മാവ്, വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാവാ. ഭയങ്കര തടിയൊക്കെ വലിയ വലിപ്പമുള്ളൊരു മാവാ. ആ മാവ് നിലം പൊത്തിയിരിക്കുക, കടയടക്കം നിലം പൊത്തിയിരിക്കുക. ആ മാവ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു പ്രെയർ ഹാൾ ഉണ്ട്. ഞങ്ങൾക്ക് മുകളിൽ ഒരു പ്രെയർ ഹാളും ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. അവിടേക്ക് വീണിട്ടുണ്ടെങ്കിൽ കെട്ടിടം നല്ലപോലെ നാശനഷ്ടം സംഭവിക്കുമായിരുന്നു. പക്ഷെ ആ മാവ് വീണത് ഇതൊന്നുമല്ല. ഒരു മനുഷ്യന് വിശ്വസിക്കാൻ കഴിയില്ല ആ മാവിന്റെ വീഴ്ചയുടെ പൊസിഷൻ കണ്ടാൽ. ആരെ ഒന്നും ഉപദ്രവിക്കാതെ അത് സൈഡിലേക്ക് വേറൊരു ഒഴിഞ്ഞ പറമ്പിലേക്ക് വളരെ കൃത്യമായിട്ട് ആ മാവ് വീണിരിക്കുന്നു. ഇത് നമ്മുടെ ഏതെങ്കിലും മിടുക്കാണോ പ്രിയരെ? അല്ല.
കർത്താവ് നമ്മളെ കരുതുന്നു, നമ്മൾ അറിയാതെ, നമ്മളെ ഒന്നും അറിയുന്നില്ല, പക്ഷെ കർത്താവ് എന്തുമാത്രം നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ഞാനൊരു കാര്യം, എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞേ ഉള്ളൂ, അത് പറയുമ്പോൾ കുറേയും കൂടെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും എന്നോർത്തുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്താണെങ്കിലും ഈ ഒരു വേദി ഇതുപോലെ വചനം പങ്കിടുവാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ കർത്താവിനോടും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠനോടും മർത്തമറിയം സമാജം ഇതിലെ ഭാരവാഹികളോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.